ഐ ലവ് യു എന്ന് കേട്ടു വളരണം നമ്മളെ കുട്ടി. ഐ ലവ് യു എന്ന് പറയേണ്ടത് ബാപ്പയും ഉമ്മയും തമ്മിലാണ്. കുട്ടികളെ മുമ്പ് എന്ന് പറയണം ഐ ലവ് യു ഉമ്മ, ഐ ലവ് യു മോളൂട്ടി, തങ്കൂട്ടി എന്നെല്ലാം പറയണം. അങ്ങനെ കുട്ടിയുടെ മനസ്സിൽ ഐ ലവ് യു ഒരു ഭീകര പദമായി മാറരുത്. ഐ ലവ് യു അങ്ങോട്ടല്ല പെണ്ണിനോട് പറയേണ്ട ശബ്ദമായിട്ട് നിങ്ങൾ മാറ്റി കൊടുക്കരുത്. ഉമ്മയും ഉപ്പയും പറഞ്ഞു കേൾക്കുന്ന ഒരു വാചകം ഒരിക്കലും കുട്ടി മറ്റൊരാളോട് പോയി പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. ശരിയാണോ? അതുകൊണ്ട് ഞാൻ പറയുന്നതെന്നറിയോ, നിങ്ങളെ മക്കളോട് ഇന്ന് പോയി ചോദിച്ചില്ലെങ്കിൽ അന്തം വിട്ടോൻ ഏതെങ്കിലും ഒരു തിനിയും കൊണ്ടുവരുന്നത് നിങ്ങൾ കാണേണ്ടി വരും. ഇല്ലെങ്കിൽ നിങ്ങളെ മക്കൾ ഒളിച്ചോടുന്നത് നിങ്ങൾ കാണേണ്ടി വരും. നിങ്ങൾക്ക് താങ്ങുകളുടെ ശക്തി ഉണ്ടാ. അതുകൊണ്ട് സൂക്ഷിച്ചോ. അതുകൊണ്ട് നമ്മൾ ഇന്ന് മുതൽ ഈ സമൂഹത്തിൽ നടക്കുന്ന സകല സംഗതിയും നമ്മളെ വീട്ടിലേക്ക് വരുമെന്നുള്ള ആശങ്ക, സ്വാഗത ഭാഷകന്റെ ആശങ്ക അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചപ്പോൾ നിങ്ങളെ ലോകത്ത് ഇതൊന്നും ഒരു വിഷയമായിട്ട് വന്നിട്ടേ ഇല്ല. നിങ്ങളെ മനസ്സിലുള്ള ചിന്ത പരിപാടി കഴിഞ്ഞാൽ ബിരിയാണിയാണോ അതല്ല ജ്യൂസാണോ എന്നുള്ള സംശയമാണ് നിങ്ങളെ മനസ്സിലുള്ളത്. എനിക്ക് അങ്ങനെയാണോ എന്ന് തോന്നിയത്. നമ്മുടെ റോഡിലൂടെ ഇങ്ങനെ പ്രശ്നങ്ങൾ നടക്കുന്നു, അവിടെ നിന്ന് ഇങ്ങനെ പ്രശ്നങ്ങൾ നടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളെ മുഖത്ത് ഒരു കൂസലില്ല. കാരണം നിങ്ങളെ വീട്ടിൽ ഇത് വരില്ല എന്നുള്ള വല്ലാത്ത അഹങ്കാരത്തോടു കൂടിയാണ് നിങ്ങൾ ഈ വേദിക്ക് മുമ്പിലിരിക്കുന്നത്. അതുതന്നെയാണ് ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അതുതന്നെയാണ് ബാസിത്തും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ബാസിത്ത് ഈ സമൂഹത്തിൽ, ഞാൻ പയ്യോളി പോലീസ് സ്റ്റേഷനിലുള്ള സമയത്തെ ബാസിത്തിനെ എനിക്കറിയാം. എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായി സ്റ്റേഷനിൽ ഇടപെടുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. എന്നെ സംബന്ധിച്ചിടത്തോളം 20 കൊല്ലമായി ഈ നാട്ടുകാരുടെ പ്രശ്നങ്ങൾ മാത്രം കാണുന്ന ഒരു ചങ്ങായിയാണ് ഞാൻ. ഒരു നല്ല സംഗതി ഞാനിതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ ഈ നാട്ടിലെ എന്തെങ്കിലും നല്ല സംഗതിക്ക് എന്നെ വിളിച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങളെ വീട്ടിലെ ബർത്ത്ഡേക്ക് വന്ന് ചായ കുടിച്ചോ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ എപ്പോഴാണ് പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ടത്? നിങ്ങളെ ഭർത്താവ് നിങ്ങളെ തോണ്ടിയപ്പോൾ, അങ്ങോട്ടുള്ള അതിർത്തി മാന്തിയപ്പോൾ, മറ്റോൻ കൂടി കീറിയപ്പോൾ, ഇങ്ങനെ സകല പ്രശ്നങ്ങളുടെ സമയത്ത് മാത്രമേ നിങ്ങൾ പോലീസ് സ്റ്റേഷനിലായിട്ട് വന്നിട്ടുള്ളൂ. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ പോലീസുകാരൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ നാട്ടിലെ പ്രശ്നങ്ങളാണ്. അത് തന്നെയാണ് ഞാനും നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. പക്ഷെ നിങ്ങളോട് എന്ത് പറഞ്ഞാലും ഒരു കാര്യവും ഇല്ല എന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട്. കാരണം ഞാൻ 12 കൊല്ലമായി ഈ പരിപാടി തുടങ്ങിയിട്ട് ഇന്ന് വരെ ഒരു ചങ്ങായി നന്നായിട്ടില്ല. അതാണ് ഇതിന്റെ വിഷയം. അപ്പൊ നിങ്ങളേക്ക് എല്ലാ പൊട്ട ഇഞ്ഞെന്തിനാ പിന്നെ അവിടെ വന്നത് എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവും. എനിക്ക് 1-2 ഉദ്ദേശങ്ങളുണ്ടാവും, ഞാൻ പിന്നീട് പറഞ്ഞുതരാം. എന്തായാലും എൻ്റെ ജീവിതത്തിൽ കണ്ട വേദനിക്കുന്ന ഒരു ഉമ്മയായി നിങ്ങൾ മാറരുത് എന്നുള്ള പ്രാർത്ഥന എനിക്കുണ്ട്. ഒരു സഹോദരന്റെ വേദന അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ മാത്രം കാണുന്ന, സഹോദരന്റെ വിഷാദം കാണുന്ന, ബാപ്പയുടെ എന്താ പറയുക വിങ്ങിപ്പൊട്ടിയ മുഖം കാണുന്ന ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഈ മഹലിലുള്ള ഒരാൾക്കും അങ്ങനെ ഒരു ഗതികേട് വരരുത് എന്നുള്ള പ്രാർത്ഥന എനിക്കുണ്ട്. അത് തന്നെയാണ് ഇവിടുത്തെ വിഷയവും. പോലീസുകാരങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുള്ള നല്ല ബോധം എനിക്കുണ്ട്. പോലീസ് ചേരുന്നതിനെ കാണുമ്പോൾ എനിക്ക് തന്നെ പോലീസിന് ഇഷ്ടമല്ലായിരുന്നു. നിങ്ങളൊക്കെ പോലീസ് പറയുന്നത്, നിങ്ങൾ പോലീസ് എന്ന് പറയുന്ന സാധനം മനുഷ്യന്മാരല്ല എന്നുള്ള രീതിയിലാണ് നിങ്ങളൊക്കെ പറയുന്നത്. നമ്മളൊക്കെ മുദ്രാവാക്യം വിളിച്ചത് അങ്ങനെ തന്നെയാണ്. പോലീസെല്ലാം എന്നാലും ചില ഇങ്ങനെ എല്ലാപ്പോഴും എന്നാണ് പോലീസിനെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. ശരിയല്ലേ? പക്ഷെ ഞാൻ പോലീസിൽ വന്നപ്പോഴാണ് സംഗതി എനിക്ക് മനസ്സിലായത്. ഈ നാട്ടിലെ ശരിക്കുള്ള ദൈവങ്ങൾ ആരാന്നറിയോ? പോലീസുകാരനാണ്. ഈ നാട്ടിൽ ഈ മഹലിലുള്ള ഒരു വീട്ടിലും കള്ളൻ കയറരുത് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവൻ ഉണ്ട് എങ്കിൽ അത് പയ്യോളി പോലീസായിരിക്കും. നിങ്ങളെ വീട്ടിൽ ഒരു കുട്ടിയും ഒളിച്ചോടരുത് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവൻ പോലീസുകാരനായിരിക്കും. ഈ നാട്ടിലെ ഒരു കൊടി തോരണവും നശിച്ചു പോകരുത്, കീറിപ്പറിച്ചു പോകരുത് എന്ന് പ്രാർത്ഥിക്കുന്നവനും പോലീസുകാരനാണ്. ഈ റോഡിൽ ഒരു ജന്മവും നശിച്ചു പോകരുത്, ഒരു ജന്മവും ഇവിടെ നഷ്ടപ്പെടരുത് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവൻ പോലീസുകാരനാണ്. നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടൊന്നല്ല. എന്തുകൊണ്ടാണ് പിന്നെ പ്രാർത്ഥിക്കുന്നത്? നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും ഒളിച്ചോടിയാൽ അതിനെ കിട്ടുന്നത് വരെ വയ്യന്നോടേണ്ടത് പോലീസുകാരനാണ്. ഞാൻ ഇവിടെ പയ്യോളി ഇഷ്ടംപോലെ ഒളിച്ചോട്ടം ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ ജാതിയും മതമൊന്നുമില്ല, സകല മനുഷ്യന്മാർ ഓടുകയാണ്. എനിക്ക് നിങ്ങളെ കാണുമ്പോൾ തന്നെ ചിരി വരുന്നുണ്ട്. മനസ്സിലായില്ല? ആരെല്ലോ ഓടുക മുട്ടുന്ന പോലെ ഉണ്ട്. അതായത് ആണും പെണ്ണും കുട്ടികളൊന്നും വ്യത്യാസമൊന്നുമില്ല. ആ ഓടിയ വീട്ടിൽ നമ്മൾ പോകുമ്പോൾ ഒരു പ്രശ്നമില്ല. ഉമ്മക്കും ബാപ്പക്കൊന്നും ഒരു പ്രശ്നമില്ല. ഉമ്മയും ബാപ്പയും കരയും. ഇങ്ങനെ നമ്മളെ കാണുമ്പോൾ, ആളുകളെ കാണുമ്പോൾ മാത്രം കരയും. പോയി എത്ര ആളെണ്ണം പോറ്റിയിട്ട് എന്താ ഇങ്ങനെ കുറച്ച് ദിവസം എല്ലാം ഒരേ കരച്ചിലാ. ഇങ്ങനെ കരയുമ്പോൾ പാവ സങ്കടം വന്നിട്ട് അങ്ങോട്ടുള്ള കഞ്ഞിയും പയറെല്ലാം കൊണ്ടുകൊടുക്കുന്നുണ്ട്.
ഉമ്മയും ബാപ്പയും അതൊന്നും മുടങ്ങാണ്ട് തിന്നുന്നുണ്ട്. ഇത് തിന്നിട്ടാണ് പിന്നെ കരയുക. ഈ കരയുന്ന അവസരത്തിൽ കൊണ്ട കൊടുക്കുന്ന ചങ്ങായിയും ഈ പയറ് തിന്നുന്ന ബാപ്പയും ഉമ്മയും ഇതുവരെ ചിന്തിച്ചോ? നിങ്ങളെ മക്കളുടെ പുറകെ ഓടിത്തളർന്ന പോലീസുകാരൻ ചായ കുടിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, ചിന്തിക്കൂല നിങ്ങൾ. കാരണം പോലീസുകാരൻ മനുഷ്യനല്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ആ പ്രശ്നങ്ങളൊക്കെ കണ്ടതുകൊണ്ടാണ് ബാസിദ് പറഞ്ഞപ്പോൾ എനിക്ക് ചിരി വന്നത്. കാരണം പോലീസുകാർ നിരന്തരം പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ, എന്നിട്ടും നിങ്ങൾക്കൊന്നും ഇത് മനസ്സിലായില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ദിവസവും പത്രവും ടി വിയെല്ലാം ഒന്ന് കാണണം. നിങ്ങൾ ഇന്ന് ടി വി കണ്ടിരുന്ന, ഇന്ന് രാവിലെ ഒരു പ്രാർത്ഥനാ ഹാളിൽ ജാതിയോ മതമോ എന്തെങ്കിലും ആവട്ടെ, നിഷ്കളങ്കമായി ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന കുറേ മനുഷ്യന്മാരുടെ നടുവിലേക്കാണ് ഒരു ചങ്ങായി 6 ബോംബം കിട്ടുന്നത്. ഒരു ചെറിയ കുട്ടി ഉൾപ്പെടെ 90% തീപ്പൊള്ളലേറ്റ് ആശുപത്രിയിലാണ്. ഇത് നമ്മളെ അങ്ങൊന്നും നടന്ന സംഗതിയല്ലല്ലോ. നമ്മളെ കൺവെട്ടത്ത് ഒരു 4 മണിക്കൂർ കൊണ്ട് ഓടിയെത്തിയാകുന്ന തൃശ്ശൂരിൽ നടന്ന സംഗതിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ബേജാറുണ്ടായ? ആ സ്ത്രീയും ആ മരിച്ച സ്ത്രീയും ആശുപത്രിയിൽ പിടക്കുന്ന, ജീവന് വേണ്ടി പിടക്കുന്ന മനുഷ്യന്മാരും ഇങ്ങനൊരു ആപത്തിനെ കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ച് പ്രാർത്ഥിച്ച് സമാധാനത്തിന് വേണ്ടി പോയ ഉമ്മയും അല്ലെങ്കിൽ അമ്മയും ഒക്കെ തന്നെയാണ് അവിടെ പോയത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങളും ഞാനും ഇപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ബോംബ് പൊട്ടി നമ്മൾ മരിച്ചു എന്നുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അത് തന്നെയാണ് നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ എപ്പോഴും അത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരപകടം നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. ഈ നാട്ടിൽ നടക്കുന്ന സകല സംഗതികളും എൻ്റെ വീട്ടിലേക്ക് വരുമെന്നുള്ള ആശങ്ക എനിക്കുണ്ട്. നിങ്ങൾക്ക് ആ ആശങ്കയില്ല. ബാസിദ് പറഞ്ഞാൽ അതിൽ ഇതിലൂടെ ഒരാണും പെണ്ണും കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുത്ത് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കിട്ടണം. മോളല്ലേ. പക്ഷെ ഇങ്ങേ റോഡുമ്പോ കൂടി ഇങ്ങളെ മോള് ഇതിലും വൃത്തികെട്ട രീതിയിൽ പോകുന്നുണ്ട് എന്ന്, അപ്പുറത്തെ റോഡിൽ നിങ്ങളുടെ മകൻ വേറൊരുത്തിനെയും കൂട്ടി പോകുന്നുണ്ട് എന്നുള്ള ബോധം ഉണ്ടാകുമ്പോൾ മാത്രമേ ഈ നാട് നന്നാവൂ. കുശുമ്പ് പറയാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം. അതുകൊണ്ട് ഇത് ആരെ കുഴപ്പമൊന്നുമല്ല. ഇത് നിങ്ങളെ ഞാൻ കുറ്റപ്പെടുന്നു, ഞാൻ എന്നെ കുറ്റപ്പെടുന്നൊന്നുമല്ല. ഇതെല്ലാ നാട്ടിലും തൻ്റെ ഇടമില്ലാത്ത രക്ഷാകർത്താക്കൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമായത്. കുട്ടികൾ ഒരിക്കലും കുറ്റം പറയരുത് കേട്ടോ. ഐറ്റുകൾ നല്ല ഇറ്റളാണ്. ഐറ്റുകൾ നന്നാവണമെങ്കിൽ ഉമ്മയും ഉപ്പയും അച്ഛനും അമ്മയും നന്നാവണം. അതിന് നിങ്ങൾ ഏറ്റവും നല്ല ഉദാഹരണം എന്താ? ഈ നാട്ടിൽ കള്ളൂടിയന്മാർ എന്ന് പറഞ്ഞ കുറച്ച് സാധനങ്ങളുണ്ടാ? ഇല്ല. സിഗരറ്റ് വലിക്കുന്നവരുണ്ടാ? ഉണ്ടാ? എന്നാ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയ, ഇന്ന് പോയിട്ട് ഒരു 10 കെട്ടാക്കി ഇടുക ഐറ്റുകളാ. ഒരു 10 ആളെ പേരേജേക്കോ 10 ആളെ പേരേജേക്കോ ഇങ്ങനെ 10 കള്ളുകൂടിയന്മാരെയോ സിഗരറ്റ് വലിക്കുന്നോ കഞ്ചാവ് വലിക്കുന്നോ ഏതെങ്കിലും ഒരു 10 ഏതെങ്കിലും അടിസ്ഥാനത്തിൽ നിങ്ങൾ എഴുതി വെച്ചോ. എന്നിട്ട് ആ 10 പേര് നിങ്ങൾ പരിശോധിച്ചാൽ കിട്ടുന്ന ഉത്തരം എന്താ? നിങ്ങൾ ഈ 10 പേരിൽ കള്ളുകുടിച്ച് നശിക്കുന്ന മനുഷ്യജന്മങ്ങളെല്ലാം 18 വയസ്സിന് മുമ്പേ കള്ളുകുടിയും സിഗരറ്റ് വലിയും കൂടി തുടങ്ങിയ മനുഷ്യന്മാരാണ്. ആ 10 പേരിൽ 7 പേരും ഉമ്മയും ഉപ്പയും അടികൂടുന്ന വീട്ടിലെ കുട്ടിയായിരിക്കും. ആ 7 പേരിൽ 5 പേരും ഇവിടെ അച്ഛനും അമ്മയും ബാപ്പയും ഉമ്മയെല്ലാം കള്ളു കുടിക്കുന്നുണ്ടാവും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പാരമ്പര്യമാണ് സംഗതി. നിങ്ങൾ എത്ര മറച്ചു വെച്ചിട്ടും കാര്യമില്ല. നിങ്ങളെ മക്കള് നിങ്ങളെ വീട്ടിൽ അടിയിൽ സിഗരറ്റ് വലിച്ചിട്ട് കുറ്റി വീട്ടിന്റെ പരിസരത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മക്കൾ വലിച്ചിട്ടില്ല എങ്കിൽ എന്റെ പേര് സിഗരറ്റ് കുറ്റി കിട്ടോളി. സൂക്ഷിക്കണം. ഈറ്റകൾ നിങ്ങളെ ഒന്നും നോക്കുന്നില്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഈ കുട്ടികൾ വളരുന്ന ആരെ കണ്ടിട്ടാണെന്ന് അറിയാം? ഉപ്പേനും ഉമ്മേനും കണ്ടിട്ട് ഈറ്റകൾ വളരുന്നത്. നിങ്ങൾ എന്തെല്ലാം വൃത്തികെട്ട സ്വഭാവം ഉണ്ടോ അതെല്ലാം ഈറ്റയൊക്കെ അറിയാം. നല്ല സ്വഭാവം ഈറ്റകൾ പഠിക്കൂല. ശരിയാണോ? അപ്പൊ നിങ്ങളൊരു ഇന്ന് പോയിട്ടൊരു ഉദാഹരണം നടത്തിക്കോളൂ. ഈ കുട്ടികളുണ്ടല്ലോ ഇവിടെ മേക്കപ്പെല്ലാം ഇട്ടിട്ട് ഈ പരിപാടി അവതരിപ്പിക്കാനിരുന്ന കുട്ടികൾ തങ്കപ്പെട്ട കുട്ടികളായിട്ടുണ്ട്. ഈ കുട്ടികൾക്ക് ഒരു സാരി കൊടുത്തിട്ട് പറയാ, ഇനി ഈ സാരി ഉടുക്കുക എന്ന് പറയാം. ഒന്ന് പറഞ്ഞു നോക്കുക നിങ്ങൾ. ആ കുട്ടീൻ്റെ ഉമ്മ എങ്ങനെയാണോ സാരി ഉടുക്കുന്നത് അതേ താളത്തിൽ ആ കുട്ടി സാരി ഉടുക്കുക. നിങ്ങൾ സാരി ഉടുക്കുന്നത് ഇതുവരെ കണ്ടിട്ടുണ്ടോ ഐറ്റുകൾ? നിങ്ങൾ വിചാരിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല എന്ന്. ഐറ്റുകൾ ഇതെല്ലാം കണ്ടില്ല. ചില ഉമ്മമാർ സാരി ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഉടുക്കുമെങ്കിൽ നിങ്ങളെ മക്കൾ ഇങ്ങനെ ആക്കിയിട്ട് ഉടുക്കുക. അതല്ല ഇങ്ങനെ വാരി അങ്ങ് ചാടുന്നതാണെങ്കിൽ ഐറ്റുകളും വാരി ചാടും. മണെ നോക്കുക നിങ്ങൾ. അപ്പൊ നിങ്ങൾ ഓരോ താളവും ഈ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളെ മക്കൾ ഈ റോഡുമ കൂടി ഇങ്ങനെ പോകുന്നുണ്ട് എന്നുള്ള ആശങ്ക ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ടത് അത് കണ്ടു നിൽക്കുന്ന ഉമ്മയും ബാപ്പയും മനുഷ്യന്മാരുമാണ്. അതാണ് എൻ്റെ വിഷയം.
ഇത് തമാശക്ക് വേണ്ടി പറഞ്ഞൊന്നുമില്ല, ഇത് ശാസ്ത്രീയമാണ് സംഗതി. അതിനെന്ത് ചെയ്യണമെന്നറിയോ? മക്കളെ എങ്ങനെ പോറ്റണം എന്ന് ആദ്യം പഠിക്കണം. നിങ്ങൾ ബാക്കിയെല്ലാം പഠിക്കാൻ സ്കൂളിൽ പോയിട്ടുണ്ടല്ലോ, എയും ബിയും സി എല്ലാം പഠിപ്പിക്കാൻ നിങ്ങൾ LKG UKG അംഗനവാടിയിലും പോയിട്ടില്ലേ? മതപഠനം നടത്താൻ നിങ്ങൾ മദ്രസയിൽ പോയിട്ടില്ലേ? ഡ്രൈവിംഗ് പഠിക്കാൻ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോയിട്ടില്ലേ? പോയിട്ടില്ല. എന്നാൽ ഈ മക്കളെ മക്കളെ പോറ്റാൻ വേണ്ടി നിങ്ങൾ പഠിക്കാൻ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? നിങ്ങൾ മക്കളെ എങ്ങനെ പോറ്റണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ആ മക്കളെ പോറ്റാൻ കഴിയാത്ത തലമുറയാണ് ഇന്നത്തെ നാടിന്റെ ശാപം. എനക്കും എൻ്റെ ഭാര്യയ്ക്കും മക്കളെ എങ്ങനെ പോറ്റണം എന്ന് അറിഞ്ഞൂടായെങ്കിൽ ഞാനും എൻ്റെ ഭാര്യയും പരാജയമാണ്. അതാണ് വിഷയം. അതുകൊണ്ട് നിങ്ങളെ മക്കളെ A+ കിട്ടിയോണ്ടൊന്നും നല്ല കുട്ടികളാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. നിങ്ങളെ കുട്ടികൾ നല്ല കുട്ടികളാണെന്ന് നിങ്ങൾ ഇതുവരെ പരിശോധിച്ചിട്ടുണ്ട്? നിങ്ങളെ കുട്ടികൾ നല്ല കുട്ടികളാ തന്നെയാ? നിങ്ങളെ കുട്ടികൾ നല്ല കുട്ടികളാ? അതിന് എന്ത് ചെയ്യണമെന്ന് അറിയോ? ഇന്ന് വീട്ടിൽ പോയിട്ട് കസേലയമ്മ ഉരുണ്ട് താഴെ വീണ് നിങ്ങൾ ഇറ്റളെ മുമ്പ് A+ കിട്ടിയേറ്റൾ ഇങ്ങനെ ചിരിച്ച് മരിക്കും. നിങ്ങൾ കസേലയമ്മ വീണോക്കുക, ഈറ്റകൾ ചിരിച്ച് പണ്ടാരടങ്ങിപ്പോകും. അത് ആളുകൾ കസേലയമ്മ വീണുമ്പോൾ എല്ലാവരോടും ചിരിക്കും, എന്നോടും ചിരിച്ചു. പക്ഷെ 2ാമത്തെ മിനിറ്റിൽ എൻ്റെ ബാപ്പയാണ്, എൻ്റെ ഉമ്മയാണ്, എൻ്റെ അമ്മായിയാണ് വീണെന്നുള്ള ബോധം ഈറ്റയൊക്കെ ഉണ്ടാവും. ആ ബോധം വരുമ്പോൾ ഈറ്റകൾ നിലവിളിക്കണം, എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ, എൻ്റെ പടച്ചോനെ, അള്ളാ എന്ന് ഈറ്റകൾ വിളിക്കുന്നുണ്ട്. ഉറപ്പിച്ച ഈറ്റകൾ മനുഷ്യന്മാരാണ്. ഞങ്ങൾ ഇന്ന് പോയിട്ട് വീണോക്ക്. ഈറ്റകൾ ചിരിച്ച് പണ്ടാരടങ്ങുവാന്ന് മാത്രമല്ല, നിങ്ങൾ ഇന്ന് കയ്യും കാലെല്ലാം കുത്തി മെല്ലെ വലിഞ്ഞിങ്ങനെ കുത്തി എണീക്കുമ്പോൾ ഈറ്റകൾ പറയൂ, എണീക്കല്ലേ. ഈറ്റകൾ റേഡിയോ പോയിട്ടൊരു ഫോൺ എടുത്തിട്ട് പറയൂ, വീണ ഉമ്മയും ഞാനും അന്നത്തെ സെൽഫി അല്ലെങ്കിൽ അന്നത്തെ റീൽ അതേയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം. അതുകൊണ്ട് ഇന്നു മുതൽ മക്കളെ മനുഷ്യ കുട്ടികളായിട്ട് പോറ്റും. നിങ്ങളെ മക്കളെ A+ കിട്ടിയിട്ടൊന്നും വലിയ കാര്യം. A+ കിട്ടിയാൽ ഞാൻ മോശം പറയുന്നല്ല, നമ്മളെ കാലത്തുള്ള A+ ഒന്നല്ല ഇപ്പോഴത്തെ A+. സ്കൂളിന്റെ പരിസരത്തൂടി പോയ ഈറ്റിയൊക്കെ A+ കിട്ടും. പഠിക്കണം എന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. പക്ഷെ A+ കിട്ടിയത് വളരെ നല്ലത് തന്നെ, അത് നല്ലത് തന്നെയാണ്. പക്ഷേ A+നോടൊപ്പം ഉമ്മയും ഉപ്പയും സമൂഹത്തെയും മാനിക്കാൻ കഴിയുന്ന, സ്നേഹിക്കാൻ കഴിയുന്ന മക്കളായിരിക്കണം നിങ്ങളുടെ മക്കൾ. അതിന് എൻ്റെ ഭാര്യയോട് എത്ര പറഞ്ഞാലും അവർക്ക് തിരിയൂല്ല. ഇത് ഞാൻ എൻ്റെ ഭാര്യ പറയുന്ന അറിയോ, നമ്മളെപ്പോലും നായ്പോറൈറ്റുകള്. ഞാൻ ചോദിച്ചു, ഇഞ്ഞെന്തായിക്ക? എൻ്റെ അച്ഛൻ പലതും എനിക്ക് തന്നിക്കില്ല. പൈസക്ക് ചോദിക്കുമ്പോൾ പൈസ തന്നിക്കില്ല, ടൂറിന് പോട്ടെ എന്ന് ചോദിക്കുമ്പോൾ കൊക്കൊക്കൊ എന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ വല്ലാണ്ട് ഉപദ്രവിച്ച് ഇങ്ങനെ. അതുകൊണ്ട് അങ്ങനെ ആവൂല പോലും, വാശി. എൻ്റെ അച്ഛൻ എന്നെ ടൂറിന് വിടാത്തതുകൊണ്ട് എൻ്റെ മോള് ടൂറായിരിക്കണം എന്നവള് പറയുന്നത്. എൻ്റെ സ്കൂൾ ഇടക്കിടക്ക് പോയി ചോദിക്കും, ടൂറില്ല. മാഷ് പറഞ്ഞ് കൊല്ലത്തിൽ ഒരിക്കലും ഉണ്ടാവും, അതൊന്നും ആക്കണ്ട, മാസത്തിലായിക്കോട്ടെ എന്ന്. കാരണം അവൾ അച്ഛൻ വിടാത്ത ദേഷ്യം. നിങ്ങളങ്ങനെ ഒന്നല്ല കേട്ടോ. നിങ്ങൾ തങ്കപ്പെട്ട മക്കളെ കൃത്യമായിട്ട് പോറ്റുന്ന ആളുകളാണ്. നിങ്ങളെ മക്കൾ നിങ്ങൾ പറഞ്ഞാലൊക്കെ കേൾക്കുന്നുണ്ടാ? ഇങ്ങോട്ട് വരൂ എന്ന് പറയുമ്പോൾ ഈറ്റകൾ ഓടി വരുന്നുണ്ടാ? കിടക്കൂ എന്ന് പറയുമ്പോൾ അപ്പം തന്നെ കിടന്നുറങ്ങുന്നുണ്ടാ? നിങ്ങൾ കൊടുക്കുന്ന കഞ്ഞിയും പയറും ഈറ്റകൾ കുടിക്കുന്നുണ്ടാ? പോട്ടെ, എല്ലാം വിട്ടേക്ക്. ഈ പിള്ളന്മാരുടെ മുടി നിങ്ങൾ വിചാരിച്ച രീതിയിൽ മുറിക്കാൻ പറ്റുന്നുണ്ടാ? ഇല്ല. എന്നാ ക്ലാസ് നിർത്താം നമുക്ക്. ഐറ്റകൾ എന്തെല്ലോ ആയിപ്പോയി. അതാണ് വിഷയം. അതുകൊണ്ട് സൂക്ഷിക്കണം. ഇത് എൻ്റെ വീട്ടിൽ ഈ പ്രശ്നമൊക്കെ ഉണ്ട്. ഇത് സാധാ മനുഷ്യന്മാർക്കില്ലേ, അതുകൊണ്ടാ. അപ്പൊ അവിടെയാണ് വിഷയം. അപ്പോ എൻ്റെ മകനെയും ഞാൻ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ കണ്ടതുകൊണ്ടാണ് ഞാൻ ശാസ്ത്രീയമായിട്ട് കണ്ട സാധനമൊന്നുമില്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ എൻ്റെ വീട്ടിലും എൻ്റെ നാട്ടിലും എൻ്റെ പോലീസ് സ്റ്റേഷനിലും കണ്ട നശിച്ച ജന്മങ്ങളെ കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മകൻ, ഞാൻ കഞ്ഞി കുടിച്ചാൽ എൻ്റെ മകൻ കഞ്ഞി കുടിക്കണം എന്നുള്ള വാശി എനിക്കുണ്ട്. കാരണം എൻ്റെ അച്ഛൻ എനിക്ക് ബിരിയാണി വാങ്ങി തരാത്തതുകൊണ്ട് എൻ്റെ മക്കൾ ബിരിയാണി തിന്ന് മരിക്കണം എന്നുള്ള ആശയം എനിക്കില്ല. ഞാൻ ഇന്നലെ ഒരു അംഗനവാടി കലോത്സവത്തിനാണ് ക്ലാസ് എടുക്കാൻ പോയത്. ആ കലോത്സവത്തിൽ എനിക്ക് കണ്ട ഏറ്റവും വേദനാജനകമായ ദൃശ്യം എന്തെന്നറിയോ? ഈ മുന്നിലിരിക്കുന്ന അംഗനവാടി കുട്ടികൾ തിന്നുന്ന സാധനത്തെ കുറിച്ച് കണ്ടപ്പോൾ ഞാൻ പേടിച്ചരണ്ടുപോയി. മനുഷ്യജന്മത്തിന് വേണ്ട ഒരു സാധനവും കുട്ടി തിന്നിട്ടില്ല. കുട്ടി തിന്നുന്നത് പുളിയിഞ്ചിയാണ്, കുട്ടി തിന്നുന്നത് ലേസാണ്, കുട്ടി തിന്നുന്നത് ബബിൾഗമാണ്. അങ്ങനെ മനുഷ്യന് ഉപയോഗമില്ലാത്ത സകല സാധനങ്ങൾ തിന്ന് ശീലിക്കും നമ്മളെ മുമ്പിൽ നിന്ന്. ആരാണ് കുട്ടീനെ ഇങ്ങനെ ലേസ് തിന്നാൻ പഠിപ്പിക്കുന്നതും ഇങ്ങനെ ബബിൾഗം തിന്നാൻ പഠിപ്പിച്ചു? ആരാ? ഇത് വാങ്ങിച്ചു കൊടുത്ത ആരാ? അവിടെയാണ്
ഞാൻ മനുഷ്യക്കുട്ടികളെ എങ്ങനെ പോറ്റണം നിങ്ങൾക്കും എനക്കും അറിഞ്ഞുകൂടാന്ന് ഞാൻ പറയാൻ കാരണം എനിക്കും അറിയില്ല. അതിന് മനഃശാസ്ത്രത്തിന്റെ പിതാവ് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞൊരു വാക്കുണ്ട്. അവർ പറഞ്ഞ വാക്കുകൾക്ക് അടിസ്ഥാനമാക്കിയ ടീച്ചർമാർ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ നമുക്ക് ക്ലാസ്സൊക്കെ എടുക്കുന്നത്. അവർ പറഞ്ഞെന്താ അറിയോ? 3-ാമത്തെ വയസ്സിൽ നമ്മളെ മക്കളുടെ തലച്ചോറ് കൃത്യമായി വളരുന്നുണ്ട് പോലും. 6 വയസ്സാകുമ്പോഴേക്കും കുട്ടിയുടെ തലച്ചോറിന്റെ 94% ഭാഗവും പ്രവർത്തന സജ്ജമാവുന്നുണ്ട് പോലും. അങ്ങനെ 3 വയസ്സ് മുതൽ തലച്ചോറ് പക്വതയാർന്ന സാധനമായി മാറുന്നുണ്ട് എങ്കിൽ സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നു, ആ 3-ാമത്തെ വയസ്സിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് എന്താണോ പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങളുടെ മക്കളെ എന്താണോ പഠിപ്പിക്കുന്നത്, എന്താണോ ശീലിപ്പിക്കുന്നത്, അതാണ് നിങ്ങളുടെ മക്കളുടെ സ്വഭാവം, അതാണ് നിങ്ങളുടെ മക്കളുടെ സംസ്കാരം, അതാണ് നിങ്ങളുടെ മക്കളുടെ ശീലം. 3 വയസ്സ് മുതൽ മക്കളെ എങ്ങനെ പോറ്റണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. ഇവിടെ തന്നെ നോക്കുങ്ങൾ, ഈ 16 വയസ്സിനും 25 വയസ്സിനും ഇടയിൽ എത്ര മനുഷ്യന്മാർ ഇവിടെ കുത്തിരിക്കുന്നു? എന്താ മനുഷ്യന്മാരല്ലേ? ഈ മഹലിലല്ലേ ആ കുട്ടികൾ? എന്തുകൊണ്ടാണ് ഈ 15 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ള മനുഷ്യ കുട്ടികളെ നിങ്ങൾക്ക് ഈ വേദിയിലേക്ക് കൊണ്ടുവരാൻ കഴിയാതെ പോയത്? അതിന്റെ ഉത്തരവാദി ആരാ? അതിന് കാരണം എൻ്റെ മുമ്പിലിരിക്കുന്ന രക്ഷാകർത്താക്കൾ തന്നെയാണ്. നിങ്ങളെ മക്കൾ 15 വയസ്സിലൂടെ എത്തണമെന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നുവെങ്കിൽ 3 വയസ്സ് മുതൽ നിങ്ങൾ ആ മക്കളുടെ കൈ പിടിച്ച് ഇത്തരം വേദികളിൽ വരണമായിരുന്നു. എളുപ്പം നിങ്ങളെ മക്കളെല്ലാം എടുപ്പോയി പഠിക്കുവാനുണ്ടാവില്ലേ? പഠിച്ചോട്ടെ, ആടന്ന് പഠിച്ചോട്ടെ. റൂമിൽ തന്നെ അല്ലേ ഉള്ള ഐറ്റുകള്? റൂം പൂട്ടിയിട്ടുണ്ടല്ലോ, മതി. എനക്ക് നിങ്ങളെ എല്ലാ ഉത്തരം എൻ്റെ മനസ്സിൽ ഇപ്പം കിട്ടിയത് അവസാനം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൂട്ടാതെയാണ് ഈ വേദിയിലേക്ക് വന്നത്. എൻ്റെ പ്രസംഗം കേൾക്കുവാൻ, എൻ്റെ ക്ലാസ് കേൾക്കുവാനൊന്നും ആരും വരണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. ഏത് പൊട്ടന്റെ പ്രസംഗമാണെങ്കിലും നിങ്ങൾ വരുന്ന വേദിയിൽ നിങ്ങളുടെ കൈപിടിച്ച് നിങ്ങളുടെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന 17 വയസ്സുകാരിയും 18 വയസ്സുകാരനെയും നിങ്ങളോടൊപ്പം കണ്ടിട്ടുണ്ട് എങ്കിൽ ഞാൻ ഉറപ്പിക്കും, നിങ്ങളാണ് രക്ഷാകർത്താക്കൾ. അതാ സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞ് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ മക്കളെ എന്താണോ പഠിപ്പിക്കുന്നത്, ഞാൻ നോക്കുമ്പോൾ ഞാൻ പരാജയമാണ്. എൻ്റെ 3-ാമത്തെ വയസ്സിലെ ചെക്കൻ പോടാ പട്ടി എന്ന് പറയുമ്പോൾ എൻ്റെ ഭാര്യ ചിരിച്ച് വിളിക്കുന്നുണ്ട് പട്ടി എന്ന്. ഒന്ന് ആലോചിച്ച് നോക്ക്. 3-ാമത്തെ വയസ്സിൽ കുട്ടീനെ തിരുത്താൻ എനിക്ക് പറ്റിയിട്ടില്ല. പട്ടി എന്ന് വിളിച്ചിട്ടുണ്ട് എങ്കിൽ പട്ടി എന്ന് വിളിക്കുന്നത് തെറ്റാണെന്ന് എൻ്റെ 3 വയസ്സുകാരന്, എൻ്റെ 4 വയസ്സുകാരന് ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ഓൻ 6-ാമത്തെ വയസ്സിൽ എന്താ വിളിക്കുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 15-ാമത്തെ വയസ്സിൽ എന്താ ചെയ്യാൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. കുട്ടി പറയുന്നതെല്ലാം അംഗീകരിക്കാൻ മാത്രമേ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളൂ. അത് കാണുമ്പോൾ ചിരി വരുവാണ് നിങ്ങൾക്ക്. അതിനുശേഷം എനിക്ക് പേടിയാണ്. നിങ്ങളെ മക്കൾ ഗുണ്ടയാവുന്നുണ്ട് എങ്കിൽ ഏതെങ്കിലും ഉമ്മയും ഉപ്പയും മക്കളെ ഗുണ്ടയാക്കാൻ വളർത്തുവോ? ഏതെങ്കിലും ഉപ്പയും ഉപ്പയും മക്കൾ കള്ളനാവുന്ന ഇഷ്ടമുണ്ടാ? എന്നിട്ട് എന്തുകൊണ്ടേ നമ്മളെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ആവുന്നതെന്ന് ചോദിച്ചാൽ ആ കുട്ടിയോട് നിങ്ങളൊന്നും പറഞ്ഞു കൊടുത്തില്ല, ആ തലച്ചോറിനോടൊന്നും പറഞ്ഞു കൊടുത്തില്ല. അതാണ് വിഷയം. പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം ബാപ്പയും ഉത്തരവാദിത്തപ്പെട്ട പുരുഷന്മാർ മുഴുവൻ പ്രവാസി ലോകത്ത് ജീവിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന മനുഷ്യന്മാരായതുകൊണ്ടാണ്. വീട്ടിലെ സകല ഉത്തരവാദിത്വവും ഏറ്റെടുക്കേണ്ടുന്ന ഉമ്മ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി പിള്ളന്മാരുടെ കയ്യിലേക്ക് ATM കാർഡും വണ്ടീന്റെ താക്കോലും വീട്ടിന്റെ അളമാരീന്റെ താക്കോലും കൊടുത്തു ഏൽപ്പിക്കുമ്പോൾ ഓർമ്മിച്ചോ, നിങ്ങളെ വീട് നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിയോട് ബോധ്യപ്പെടുത്തണം. എൻ്റെ 3-ാം ക്ലാസ്സിലെ ചെക്കൻ, എനിക്കിതിന് ശേഷം ഞാനും എൻ്റെ ഭാര്യക്കും എനക്കും കുറെ പ്രശ്നങ്ങളുണ്ട് കേട്ടാ. 3-ാമത്തെ വയസ്സ് മുതൽ ഞാൻ ഓനെ എന്ത് പഠിപ്പിച്ചു എന്ന് ചോദിച്ചാൽ എനക്ക് മറുപടിയില്ല. എൻ്റെ മോനെ ഞാൻ പഠിപ്പിക്കേണ്ട സംഗതി ഒന്നും പഠിപ്പിച്ചില്ല. ഓൻ 3-ാം ക്ലാസ്സിലാണ് ഇപ്പം പഠിക്കുന്നത്. എൻ്റെ മോൾ 6-ാം ക്ലാസ്സിലാണ്. ഞാനും ഭാര്യയും പെരുമാറിയത് എൻ്റെ മകന്റെ സ്വഭാവത്തിന് കാരണമാവുന്നുണ്ടെങ്കിൽ എൻ്റെ മോൻ ശരിക്കും തോന്നിയാസിയാണ്. കാരണം എന്താണെന്നറിയോ, ഞാനും ഭാര്യയും ഈറ്റകളെ മുമ്പ് അടികൂടല് എനിക്കിപ്പോൾ ഓർമ്മിക്കുമ്പോൾ ചിരിച്ച് പണ്ടാരടങ്ങിപ്പോകുന്നു. കാരണം ഞാൻ വിചാരിച്ച ഈറ്റകൾ നമ്മളെ ശ്രദ്ധിക്കുന്നില്ല എന്നല്ലേ. സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞ നമ്മളുണ്ട് കേട്ടിന്. എൻ്റെ വീട്ടിൽ വേറൊരു സംസ്കാരമുണ്ട്. എൻ്റെ അച്ഛനൊക്കെ ശീലിപ്പിച്ചൊരു സംസ്കാരമുണ്ട്. എല്ലാവരും ഒന്നിച്ചിട്ടേ ഭക്ഷണം കഴിക്കും എൻ്റെ വീട്ടിൽ. അത് പണ്ടേ ഇങ്ങനെ വരുന്നതുകൊണ്ട് അത് ഞങ്ങൾ പിന്തുടർന്ന് വരുന്നുണ്ട്. രാവിലെ ആയാലും വീട്ടിലുള്ള സമയത്ത് സകല മനുഷ്യന്മാർ ഒന്നിച്ച് ഭക്ഷണം കഴിക്കും. എൻ്റെ അമ്മ അതിന് ഭയങ്കര കെങ്കേമിയാണ്. എൻ്റെ അച്ഛൻ ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ വന്നിട്ടില്ലെങ്കിൽ അമ്മ പറയും, നിങ്ങൾ വരുന്നുണ്ടാ? അച്ഛൻ പറയും, നിങ്ങൾ തിന്നോ, മക്കൾക്ക് കൊടുക്ക്. നിങ്ങൾ 10 മിനിറ്റ് കൊണ്ട് വന്നിട്ടില്ലേ ചോറ് വെള്ളത്തിലിടും, നിങ്ങളെ മക്കൾ പട്ടിണിയായിരിക്കും. അമ്മ 2-3 പ്രാവശ്യം ചെയ്യുകയും ചെയ്തു.
പക്ഷെ അന്നാ എനിക്ക് മനസ്സിലായത് എൻ്റെ അച്ഛൻ ഞാൻ ചോദിച്ചാൽ എല്ലമ്മ അച്ഛൻ വന്നിക്കില്ല എന്താ ഞാക്ക് തന്നാ പോരെ, ഞാളല്ലേ കുട്ടികൾ എന്ന് വെച്ചപ്പോ അമ്മ പറഞ്ഞതെന്നറിയോ, അച്ഛൻ മര്യാദക്ക് വരണമെങ്കിൽ നിങ്ങളെല്ലാം ഒന്നിച്ചിരിക്കുന്ന ഭക്ഷണത്തിന്റെ മേശപ്പുറത്തെ അച്ഛൻ മര്യാദയ്ക്ക് വരും, ഇല്ലെങ്കിൽ അച്ഛൻ കള്ളു കുടിച്ചളിയും, ഇല്ലെങ്കിൽ അച്ഛൻ സിഗരറ്റ് വലിച്ചളിയും. മക്കളുടെ മുമ്പിൽ സിഗരറ്റും കള്ളും കുടിക്കാൻ അച്ഛന് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അച്ഛൻ വരാത്തത്. നിങ്ങൾ തിന്നു കഴിഞ്ഞാൽ ചങ്ങായി ഇങ്ങ് വരുന്നു. നോക്കുമ്പോൾ ശരിയാ, നമ്മൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ ഇതുവരെ സിഗരറ്റും കള്ളും കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതാണ് വിഷയം. അപ്പൊ അച്ഛനും അമ്മയും സംസാരിക്കുന്നത് മക്കൾ അവിടെ നിന്ന് കേൾക്കുമ്പോൾ അതേക്കുമായിട്ടുള്ള സംസ്കാരം എന്ന് പറഞ്ഞ് എന്നെ പഠിപ്പിച്ചപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ പിന്തുടർന്നു വന്ന പാത ഇപ്പോഴും പിന്തുടരുമ്പോൾ, പക്ഷെ മേശപ്പുറത്ത് ഇരുന്ന് ഞാനും ഭാര്യ അടികൂടൽ എനിക്കിപ്പോൾ ആലോചിച്ചൂടെ. ഞാൻ എൻ്റെ മക്കൾ എത്രത്തോളം എൻ്റെ ഭാര്യൻ്റെ എൻ്റെ അടികൂടൽ സ്വാധീനിച്ചിട്ടുണ്ട് നിങ്ങളറിയോ? ഞാനല്ല പറഞ്ഞിട്ട് ഓളാ പറഞ്ഞല്ലോ. ഞങ്ങളിങ്ങനെ ചോറ് നിന്നും പറയുമ്പോൾ ഓള് പറയാം എൻ്റെ അമ്മക്ക് 92 വയസ്സുണ്ട്. എൻ്റെ ഭാര്യ പറഞ്ഞെന്നറിയോ, നിങ്ങൾ എന്നെ നോക്കണം പറ, ഏട്ടൻ്റെ ഇട കുറച്ച് ഇങ്ങനെ. ഞാൾ രണ്ടാളും അമ്മേൻ്റെ പേരിൽ അടിയാ. ഞാൻ പറഞ്ഞ് മിണ്ടല്ല കുട്ടികൾ. നിങ്ങളെ വീട്ടിലൊന്നും ഉണ്ടാവില്ല കേട്ടോ, ഇത് എൻ്റെ വീട്ടിലെ കഥയാണ് പറയുന്നത്. അതേസമയം എൻ്റെ 6ാം ക്ലാസ്സിലെ മോള് ഞങ്ങളിങ്ങനെ അടികൂടുമ്പോൾ ഓള് പറഞ്ഞ വാക്ക് എനിക്ക് ഓർമ്മയുണ്ട്. അമ്മ നിങ്ങളെന്തിനാ അടികൂടുന്നു, അച്ഛമ്മ ഇവിടെ നിൽക്കട്ടെ, നിങ്ങളെന്തിനാ അമ്മ അച്ഛമ്മേൻ്റെ പേരിൽ അടികൂടുന്നു എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ, കുട്ടികൾ തിന്നിട്ട് അടങ്ങി ഒടുങ്ങി പോയിക്കൊള്ളണം, വലിയോല് പറയുന്നതിൽ കുട്ടികൾ കാര്യം ഇടപെടണ്ടെന്ന് പറഞ്ഞിട്ട് 2 അടി ഐറ്റിയേക്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നന്മയുടെ പക്ഷത്ത് നിൽക്കുന്ന എൻ്റെ 6ാമത്തെ വയസ്സ് 6ാം ക്ലാസ്സിലെ കുട്ടീനെ തച്ചൊതുക്കിയതാരാ? അമ്മയെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്തണമെന്ന് 6ാം ക്ലാസ്സുകാരി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇനി അതിൽ ഇടപെടണ്ട, ഇനി തിന്നിട്ട് അങ്ങ് പോയാൽ മതി എന്ന് പറയുന്ന എൻ്റെ ഭാര്യയും ഞാനും ആണെങ്കിൽ എൻ്റെ കുട്ടി എപ്പോഴെങ്കിലും ഒരു പൊതുസംസ്കാരം അതിൻ്റെ വീട്ടിൽ അതിൻ്റെ ഉണ്ടാക്കിയിട്ടുണ്ടാവുമോ? അത് ഇല്ല. അതിന് ശേഷമാണ് ഞാനിത് പഠിച്ചത്. അതിന് ശേഷം ഞാനിപ്പോൾ ഞാനോളും വല്ലാണ്ട് മാറി. ഈറ്റള മുമ്പ് ഫുൾ അഭിനയായിപ്പോ. മോളൂട്ടി ഇനി തിന്നോടാ, അച്ഛമ്മ വന്നോടാ, പശുവിന് പുല്ല് കൊടുത്തോടാ, ഇങ്ങനെ ഈറ്റയുടെ മുമ്പ് നിന്നുള്ള അഭിനയങ്ങൾ കാണണം. അതിന്റെ മാറ്റം 3 മാസം കൊണ്ട് നമുക്ക് കിട്ടി. എൻ്റെ മക്കൾ ഭക്ഷണം കഴിക്കുമ്പോൾ അച്ഛമ്മയെ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കണ്ടായിട്ട്, പശുവിന് പുല്ല് കൊടുത്തോ എന്ന് എൻ്റെ മോള് ചോദിക്കുന്നുണ്ട്. അങ്ങനെ 3 മാസത്തെ ഇടപെടലുകൾ കൊണ്ട് മക്കൾക്ക് ഇത്തരം സ്വാധീനം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് എങ്കിൽ ഞാൻ ഇതുവരെ ചെയ്തതെല്ലാം തെറ്റാണെന്നുള്ള ബോധം എൻ്റെ മനസ്സിലുണ്ടായത് ശരിയല്ലേ? ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങളെന്തല്ല കാട്ടിക്കുട്ടിയെന്ന്. മക്കളെ മുമ്പ് ഭർത്താവിനെ ഫോണിൽ പൈച്ചപ്പെട്ട് എത്തിക്കില്ല ഇങ്ങനെ ഈറ്റകളിങ്ങനെ ഈറ്റകളെ മുമ്പ് ചീത്ത വിളിക്കുമ്പോൾ ഭർത്താവിനെ കുറിച്ച് ഈറ്റയൊക്കെ എന്തെങ്കിലും സ്നേഹം ഉണ്ടാവുക. അതുകൊണ്ട് സൂക്ഷിക്കണം. അപ്പൊ എൻ്റെ ഭാര്യ എന്നോട് ചോദിക്കുന്ന ചോദ്യം, ഇതെപ്പ നമ്മൾ അടി കൂടുക? ഞാൻ പറഞ്ഞ ഐറ്റികൾ സ്കൂളിൽ പോയിട്ട് കൂടാലോ. കാരണം എൻ്റെ അമ്മേനെ ഇനി നമ്മളെ സ്വഭാവം അമ്മക്ക് നമ്മളെ പണ്ടേ അറിയാലോ. അതുകൊണ്ട് ഇനി അമ്മേൻ്റെ മുമ്പ് നമ്മൾ അടികൂടിയ പ്രശ്നമില്ല. അമ്മേൻ്റെ സ്വഭാവം ഇനി നന്നാക്കുകയൊന്നുമില്ല. പശുവിന് പണ്ടേ നമ്മളറിയാം. അതുകൊണ്ട് പശുവിനെ ഇനി നന്നാക്കണ്ട. നമ്മൾ നന്നാക്കേണ്ടത് ആരെയായിരുന്നു? മക്കളെ ആയിരുന്നു. അതുകൊണ്ട് മക്കളുള്ള സമയത്ത് നമ്മൾ അടികൂടണ്ട. ഐറ്റികൾ ഇടയും പോയിക്കണ്ട, അന്നേരം കൂടിക്കൊള്ളിയുന്നു. നിങ്ങളെങ്ങനെയാ ഇപ്പോ? അല്ല, നിങ്ങൾ ഭർത്താവായിട്ട് നല്ലോണം തന്നെയാ, നിങ്ങൾ ഭാര്യയായിട്ട് നല്ലോണം തന്നെയാ. എന്നാൽ നിങ്ങൾ ദൈവങ്ങളാട്ടോ. ഞാൻ അങ്ങനെയല്ല. എനക്ക് ഓളിയും കണ്ടോട്, ഓക്കെ എന്നെയും കണ്ടോട്. അതാണ് വിഷയം. നിങ്ങൾക്ക് എങ്ങനെയാ? അപ്പൊ എല്ലാ വീട്ടിലും ഈ പ്രശ്നമുണ്ട് കേട്ടാ. ഞാനും എൻ്റെ ഭാര്യയും ആത്മാർത്ഥമായി സംസാരിച്ചപ്പോ നിങ്ങള് ഈ കല്യാണം ഉറപ്പിച്ചിട്ട് കല്യാണത്തിന് കഴിക്കുന്ന ഒരു ദിവസമില്ല, 2-3 മാസം ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഇല്ല? എന്നിട്ട് ഫോണെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട്, ഓള് ഇങ്ങോട്ടൊരു ഫോണ്, ഞാൻ അങ്ങോട്ടൊരു ഫോൺ. ഞാനും ഓള് അന്നേരം സംസാരിച്ച സംസാരം ഞാൻ ഇപ്പൊ ഓർമ്മിക്കുമ്പില്ലേ, ചിരിച്ച് മരിച്ചു എന്നുണ്ട്. ഓൾ എന്നോട് പറയാ പറക്കണം. ഞാൻ വെച്ച് പറക്കും, കറങ്ങണം, ഇങ്ങനെ നന്മകൾ മാത്രം ഇങ്ങനെ പറയും. ഞാൻ വിചാരിച്ച് പഠിച്ചവനെ പണ്ടേ കഴിക്കേണ്ടതിനും കല്യാണം. പക്ഷെ കല്യാണം കഴിച്ച് 2 കൊല്ലം കൊണ്ട് അങ്ങതി തിരിഞ്ഞിക്ക്. നിങ്ങൾക്ക് ഇരിഞ്ഞിക്ക 2 കുട്ടികളെല്ലായിരത്ത് രാവിലെ തുടങ്ങും. ഊരവേന, കഴുത്ത് വേന, ചക്കന് വയറ്റുന്ന വേന, പെണ്ണിന് ഫീസ്, ഇങ്ങനെ ഇര കാണുമ്പോൾ ദേഷ്യം പിടിക്കും. നിങ്ങൾക്ക് എങ്ങനെയാ? പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഇത് നോക്കുമ്പോൾ എല്ലാ ലോകത്ത് ഞാൻ പ്രസംഗിച്ച എല്ലാ വേദികളിലും ഈ പ്രശ്നമുണ്ട്. ഇനിയിപ്പം ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താ? ഏതായാലും കുടുങ്ങി. ഇനി മനോഹരമായ ജീവിതത്തെ മുന്നോട്ട് നമ്മളെ മക്കളെങ്കിലും നമുക്ക് നന്നാക്കിയെടുക്കണം. അതുകൊണ്ട് മക്കളോട് നല്ലോണം പെരുമാറാൻ, അവരുടെ മുമ്പിൽ അഭിനയിക്കാൻ, അവരുടെ മുന്നിൽ നന്മ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. അതുകൊണ്ട് 3 വയസ്സ് മുതൽ മക്കളെ മാറ്റി നിർത്തരുത്. അവരെന്ത് ചെയ്യണം? ചേർത്ത് പിടിക്കണം. നിങ്ങൾക്ക് സംശയമുണ്ട് ഇക്കാര്യത്തിൽ?
മുസ്ലിം സമുദായത്തിനോട് ഞാനിത് പറയേണ്ട ആവശ്യമില്ല. ഇത്രയേറെ സിസ്റ്റമാറ്റിക് ആയിട്ട് മുന്നോട്ട് പോകുന്ന മറ്റൊരു മതമേതാ അവിടെ ഉള്ളത്? ഇത്ര ദീനിബോധമുള്ള, ഇത്ര സഹായം ചെയ്യുന്ന വേറെ മതമേതാ അവിടെ ഉള്ളത്? ഉണ്ടോ? എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ പോകുന്ന, 5 പ്രാവശ്യം നിസ്കരിക്കുന്ന, പാവപ്പെട്ടവനൊക്കെ സഹായിക്കാൻ സന്മനസ് കാണിക്കുന്ന മഹത്ത്. ഞാൻ എല്ലാ ക്ലാസ് പോകുമ്പോൾ ഭക്ഷണത്തിന്റെ കാര്യത്തിലൊന്നും ഈ സമുദായം ഒരിക്കലും പിന്നോട്ടല്ല. ശരിയല്ലേ? അങ്ങനെയൊക്കെയുള്ള സമുദായത്തിൽ എങ്ങനെയാ ഈ തിന്മകൾ കടന്നു വരുന്നതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാ ഈ മതം ഇങ്ങനെ ആയത്? 3 വയസ്സ് മുതൽ കൃത്യമായ മതപഠനം മദ്രസകളിൽ നടത്തി. ശരിയാണോ തെറ്റാണോ? ആ 3 വയസ്സ് മുതലേ തലച്ചോറിലേക്ക് മതബോധം കൊണ്ടുവന്നപ്പോ മതത്തെക്കുറിച്ചിട്ടുള്ള കൃത്യമായ ഒരു ബോധം ഈ സമൂഹത്തിന് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്കും സമൂഹത്തിനും കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോഴും വെള്ളിയാഴ്ച പള്ളിയിൽ പോകണമെന്നും ഖുർആന്റെ കൃത്യമായ വചനങ്ങളും ഒക്കെ നിങ്ങളുടെ മനസ്സിലുണ്ട്. ശരിയാണോ? ഇനി ഇക്കൊല്ലം മുതൽ നിങ്ങൾ തീരുമാനിക്കൂ, 3 വയസ്സ് മുതൽ മദ്രസ പഠനം ഇല്ല, അടുത്ത കൊല്ലം തൊട്ട് 20 വയസ്സ് മുതൽ ആ മദ്രസ പഠനം ആലോചിച്ച് നോക്കുക. നിങ്ങൾ ആ 10 കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ചിരിച്ച് പണ്ടാരടങ്ങി പോകുന്നത്. ഒരു കുട്ടിയും പള്ളിയിലേക്ക് പോകാൻ സന്മനസ് കാണിക്കില്ല. എന്തുകൊണ്ടാ? ചൊട്ടയിലെ ശീലം ചൊട്ടല വരെ. ഞാൻ എന്നിട്ടും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ട് ഇത്രയൊക്കെ മതബോധവും ഇത്ര ചാരിറ്റിയും ഭക്ഷണപ്രിയരൊക്കെ ആയിട്ടും സഹായിക്കാനുള്ള സന്മനസ്സൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് മയക്കുമരുന്ന് കേസിൽ ഇത്രയേറെ മുസ്ലിം കുട്ടികൾ പെടുന്നതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇത്രയും നാശങ്ങളിലേക്ക് എന്തുകൊണ്ട് ഈ മതം പോകുന്നെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങനെ ആയിപ്പോയത്? ഈ മതപഠനത്തിനോടൊപ്പം ഈ ബോധമുണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്കും എനിക്കും കഴിഞ്ഞില്ല. അതാ വിഷയം. ഒട്ടേറെ മദ്രസകളിൽ ഇപ്പം നിയമപഠനവും ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അതിന്റെ മാറ്റങ്ങൾക്ക് കുറച്ച് അടുത്ത തലമുറയിൽ കാണാം. അവിടെ സൂക്ഷിച്ചോ. ചൊട്ടയിലെ ശീലം ചൊടല വരെ. അപ്പൊ നിങ്ങളെ മക്കൾ ഇവിടെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയാത്തത് എന്തുകൊണ്ടാ? അത് മക്കളുടെ പരാജയമല്ല, അവരെ ചേർത്ത് പിടിക്കാൻ, ചേർത്ത് നടത്താൻ നിങ്ങൾ തയ്യാറായില്ല. എൻ്റെ 3ാം ക്ലാസ്സിലെ മകൻ, എൻ്റെ 3ാം ക്ലാസ്സിലെ മോൻ എന്നോട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞെന്നാ അറിയാം, അച്ഛൻ എൻ്റെ മുടി ഇങ്ങനെ ആക്കണം. ഇങ്ങനെ നമ്മൾ ഇങ്ങോട്ട് വാങ്ങി മോനെ കുട്ടി ബാർബർ എടുത്ത് പോയി. ഞാൻ ബാർബർ ചോദിച്ച് ഇങ്ങനെ ആക്കണം പോലും. ഞാൻ ചോദിച്ചു എത്ര പൈസയാവെന്ന് വെച്ചപ്പോൾ 1000 ഉറുപ്പ്യ ഇങ്ങനെ ആക്കുവാനും 1500 ഉറുപ്പ്യ അതിനൊരു ജെല്ലുണ്ട്, ആ ജെല്ലിട്ടിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ ആക്കിയാലോ ഇതിങ്ങനെ ആവുക. പിന്നെ ചെക്കന് വേറെ ഒന്നിനും നേരെ ഉണ്ടാവില്ല, ഇത് ഇങ്ങനെ ആക്കണം. ഇങ്ങനെ നിങ്ങൾ നോക്കിക്കോളി, ഏടെ നിൽക്കുമ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും ചെക്കൻ. ചോറ് തിന്നുമ്പോൾ ഇങ്ങനെ. ഞാൻ പറഞ്ഞു മോനെ ഇപ്പം തൽക്കാലത്തേക്ക് അച്ഛൻ്റെ അടുത്ത് തിന്നുവാൻ തന്നെ പൈസയില്ല, എൻ്റെ മുടിക്ക് വേണ്ടി 2500 ചിലവാക്കാൻ അച്ഛന് പറ്റില്ല. അപ്പോൾ ചോദിച്ച് എൻ്റെ മുടിയിൽ എനിക്കൊരു അവകാശം ഇല്ലേ? അവകാശത്തിനെ കുറിച്ച് വലിയ ബോധമായിട്ടേക്ക്. ഞാൻ പറഞ്ഞതെന്നറിയോ, മോനെ ഇനി മുടി എങ്ങനെ വളർത്തുന്നതിന് എനിക്ക് വർഷമൊന്നുമില്ല, പക്ഷെ 18 വയസ്സ് വരെ എൻ്റെ പേര് കുട്ടി എന്നാണ്. ആദ്യം പഠിച്ചാടെ വെച്ചോട്ടോ, 18 വയസ്സ് വരെയുള്ള മനുഷ്യന്റെ പേര് കുട്ടി എന്നാണ്. ആ കുട്ടി എന്ന് പറയുന്ന സാധനത്തിന് കുറെ പ്രത്യേകതകളുണ്ട്. ആ കുട്ടിക്ക് അന്തം വിട്ട ബുദ്ധിയായിരിക്കും, ഒടുക്കത്തെ ധൈര്യമായിരിക്കും. ആര് പറയുന്നതിന്റെ കിട്ടുണ്ടാവില്ല. നിങ്ങളെ മക്കളെ എങ്ങനെയാ? നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോ ഉപ്പേന്റെ പാടെടുത്ത് ഉമ്മക്ക് എന്തൊക്കെ ഇങ്ങനെ ഈറ്റകൾ നമ്മളങ്ങ് ഞെട്ടിച്ചാലും അങ്ങനെ ഇല്ല, ഉണ്ടാവും. അത് ഐറ്റകളെ കുഴപ്പമില്ല, ഐറ്റകളെ തലച്ചോറിന്റെ കുഴപ്പമാണ്. അതുകൊണ്ട് ഐറ്റകളെ കുട്ടികളെന്ന് വിളിക്കുന്നത്. ആ കുട്ടീനെ എന്ത് ചെയ്യണമെന്ന് നിയമം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നിയന്ത്രിക്കണം, ശാസിക്കണം, ഉപദേശിക്കണം, തിരുത്തണം. 18 വയസ്സ് വരെയുള്ള കുട്ടികളെ നിയന്ത്രിക്കാൻ, ശാസിക്കാൻ, ഉപദേശിക്കാൻ, തിരുത്താൻ കെൽപ്പുള്ള ഉമ്മമാരും ഉപ്പമാരും ഈ സഹോദരന്മാരും ഈ ഭൂമിയിൽ ഉണ്ടാവണം. ഇല്ലെങ്കിൽ നമ്മളെ മക്കളെ പിടിച്ചാൽ കിട്ടൂല. അതിനെന്താ പറ്റുന്നതെന്നറിയോ? ഈറ്റകള് ഈ ഉമ്മക്കും ഉമ്മാമക്കും ഉപ്പാപ്പക്കല്ലില്ലേ ഈറ്റകളെ പേടിയാ. ഒന്നാമത്തെ എന്താന്ന് വെച്ചാൽ ഉമ്മക്കൊന്നും അറിഞ്ഞൂടാ, ഐറ്റക്കെല്ലാം അറിയാന്നാ വിചാരിക്കുന്നത്. ഈ മൊബൈൽ ഫോണെല്ലാം കൊടുക്കുമ്പോൾ ഐറ്റകൾ കയറ്റിട്ട് ഫിറ്റാക്കി ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ പ്ലിങ്ങി മരിക്കൂ. ഈറ്റക്ക് ഭയങ്കര ബുദ്ധിയാന്നാണ് വിചാരിക്കുന്നത്. ശരിയാണോ? ബൈക്കിനെ കുറിച്ച് വല്ലാണ്ട് സംസാരിച്ചേറ്റുള്ളൂ. ഫസ്റ്റ് സ്പീഡ് 120cc എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിച്ചാൽ നമ്മൾ പൊട്ടന്മാറാണല്ലോ, ഐറ്റക്കെല്ലാം അറിയാലോ. TV-യിൽ ചാനൽ മാറ്റുകയെന്നല്ലാണ്ട് വേറെ എന്തെങ്കിലും കുന്തങ്ങൾക്ക് ഇരിഞ്ഞ ഐറ്റൽ ഇതിങ്ങടുത്ത് ഇങ്ങനെ അങ്ങ് ആക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വണ്ടടിച്ച് നോക്കും. നിങ്ങൾ വിചാരിക്കും നിങ്ങളെക്കാളും ബുദ്ധി ഐറ്റൊക്കെ ഉണ്ടെന്ന്. 18 വയസ്സ് വരെയുള്ള കുട്ടിക്ക് അന്തം വിട്ട ബുദ്ധിയാ. വേണ്ടാത്ത മാത്രം ഐറ്റകൾ പഠിക്കും. TV മാറ്റുന്ന ഐറ്റകൾ പഠിക്കും, ബൈക്ക് ഓടിക്കുന്ന ഐറ്റകൾ പഠിക്കും, ആ മൊബൈൽ ഫോൺ ചവിട്ടിക്കുട്ടി മാന്തുന്ന ഐറ്റൊക്കെ അറിയാം. ഉമ്മയിൽ നിന്ന് ഇൻസ്റ്റഗ്രാം എങ്ങനെ ഒളിപ്പിക്കണം എന്ന് ഐറ്റകൾ പഠിച്ചിട്ടുണ്ട്. വേണ്ടാത്ത സകല സംഗതി ഐറ്റൊക്കെ അറിയാം. പക്ഷെ പഠിക്കേണ്ടുന്ന കളിക്കേണ്ടുന്ന ഒരു കളിയും ഐറ്റൊക്കെ അറിഞ്ഞൂടാ. ശരിയാണോ? പക്ഷെ ജപ്പാനിലെ കുട്ടികളില്ലേ,
ജപ്പാനിലെ അംഗനവാടിയിൽ 3ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടീനെ അംഗനവാടിയിൽ എന്താ പഠിപ്പിക്കുന്നത്? നിങ്ങൾ A4 ആപ്പിളും B4 ബോളും ഒന്നുമല്ല. അവിടുത്തെ കുട്ടീനെ പഠിപ്പിക്കുന്നത് നല്ല ടച്ചും ചീത്ത ടച്ചും. കുട്ടികളോട് ടീച്ചർ പറഞ്ഞു കൊടുത്തു, ഇവിടെ തൊടുമ്പോൾ കുട്ടി പറയും നല്ല ടച്ച്, ഇവിടെ തൊടുമ്പോൾ നല്ല ടച്ച്, ഇവിടെ തൊടുമ്പോൾ ചീത്ത ടച്ച്, ബട്ടക്സ് തൊടുമ്പോൾ ചീത്ത ടച്ച്. അങ്ങനെ നല്ല ടച്ചും ചീത്ത ടച്ചും ഏത് വയസ്സിൽ ജപ്പാനിലെ കുട്ടിയൊക്കെ മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ പഠിച്ചു വളരുന്ന കുട്ടീനെ ആരെങ്കിലും വേണ്ടാത്ത തൊടലോട്ടമല്ലേ, ആ കുട്ടി കൈപിടിച്ച് മുരുണ്ടിക്കളിയും. ഇവിടുത്തെ കുട്ടീനെയോ ഐറ്റയ്ക്ക് ഇപ്പവും തിരിഞ്ഞിക്കില്ല. തുടരുന്നും ഐറ്റകളെ മാനത്തെ കുറിച്ചിട്ടും ഐറ്റകളെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തില്ല. ശരിയാണോ തെറ്റാണോ? അമേരിക്കയിലെ 4ാം ക്ലാസ് 4 വയസ്സുള്ള കുട്ടി പഠിപ്പിക്കുന്നത് റോഡ് നിയമങ്ങൾ അവിടെ പഠിക്കുന്നത്. സൈക്കിൾ എങ്ങനെ ഓടിക്കണം, റോഡിന്റെ ഏത് സൈഡിൽ കൂടി നടക്കണം എന്നൊക്കെ അവിടെ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ എല്ലാ ആളുകളും ട്രാഫിക് നിയമങ്ങൾ അനുസരിക്കുന്ന കുട്ടികളായിരിക്കും. കാരണം എന്താ? ചൊട്ടയിലെ ശീലം ചൊടല. ഇവിടുത്തെ കുട്ടികൾ നിങ്ങളെന്നാ പഠിപ്പിച്ചു കൊടുത്തേ? ഈ കുട്ടികളോട് നിങ്ങളെന്നാ ചോദിച്ചത്? എനിക്കെത്ര മാർക്കുണ്ട്, പേപ്പർ കിട്ടിയ, മുഹമ്മദിന് എത്ര ഉണ്ട്, എനിക്കാണോ മുഹമ്മദിനാണോ കൂടുതൽ, മുഹമ്മദിന് കൂടുതൽ കിട്ടുമ്പോൾ പൊട്ട, ഇനി എന്തിനാടാ ജീവിക്കുന്നത്, എനിക്ക് മത്തീൻ്റെ ഇണറിയാൻ തന്നിക്കില്ലടാ കള്ള. ഇങ്ങനെ കുട്ടീനെ തച്ചങ്ങ് കൊന്നു കളയുമ്പോൾ ചൊട്ടയിൽ നിങ്ങളെന്താ പഠിപ്പിച്ചത്? നിങ്ങൾ പഠിപ്പിച്ച വെറും കുശുമ്പ്. അങ്ങോട്ടുള്ളവൻ്റെ അത്ര മാർക്ക് വാങ്ങണമെന്ന് മാത്രമേ നിങ്ങൾ ആഗ്രഹമുള്ളൂ. നിങ്ങളെ മക്കളെ വേറെ എന്തോ ആയാലും സാരമില്ല. അപ്പം ആരുടെ അടുത്താ മിസ്റ്റേക്ക് സംഭവിച്ചത്? അതുകൊണ്ട് തിരുത്തണം. അവിടെ ചൊട്ടയിലേശി. അതുകൊണ്ട് ഇന്നു മുതൽ ഓർമ്മിച്ചത്. ഇത് ഇനിയിപ്പോ നിങ്ങൾക്ക് ഇനിയും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം. ഈ എന്തുകൊണ്ടാണ് ഇങ്ങനെ നശിച്ചു പോകുന്നതെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉദാഹരണത്തിലൂടെ ഞാൻ തെളിയിച്ചത്. ഈ കുട്ടികൾ ജനിച്ചത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാ? അത് ഓർമ്മയില്ല. ഇറ്റൽ ജനിച്ചിനെ ഓർമ്മ ഉണ്ടാ? ആ ജനിച്ച് വീഴുമ്പോ ഇറ്റൽ A4 ആപ്പിൾ നിന്നും B4 ബോൾ നിന്നും പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാ? ഇല്ല. എന്തെന്നാ ഇറ്റൽ ചെയ്തത്? ജനിക്കുമ്പോ നിലവിളിക്കുന്നത് മാത്രമേ ഇറ്റയൊക്കെ അറിഞ്ഞുകൂടിയുള്ളൂ. 2 മാസം 3 മാസം വരെ നിലവിളിച്ചല്ലേ ഈറ്റല് വിശന്നപ്പോ ഈറ്റകള് നിലവിളിച്ചു, വയറ്റുന്ന തന്നെയായപ്പോ നിലവിളിച്ചു, കൊതുകടിച്ചപ്പോ നിലവിളിച്ചു, കിടന്നിട്ട് ബോറടിച്ചപ്പോ ഈറ്റകള് നിലവിളിച്ചു. ഉമ്മക്ക് ഈ കരച്ചിലൊക്കെ കേട്ടപ്പോ എന്തിനാ കരഞ്ഞതെന്ന് ഉമ്മക്ക് മനസ്സിലായി. ആ കരച്ചിലിന്റെ താളം റിതം കേട്ടപ്പോ ഉമ്മക്ക് മനസ്സിലായി ചെക്കന് വിശക്കുന്നുണ്ട്. മുലപ്പാല് കൊടുത്ത് വിശപ്പടക്കി ഉമ്മ. ശരിയാണോ? കൊതുകടിച്ചപ്പോ അതിനെ എടുത്തിട്ട് കൊതുവല എൻ്റെ ഉള്ളിലിട്ട്, വയറ്റിൽ വേദനയായപ്പോ പൊക്കിളിന് ചുറ്റും തൊടുന്നൈ പുരട്ടി കൊടുത്തു. ബോറടിച്ചപ്പോ അതിനെ ചോലിട്ടിട്ട് താരാട്ട് പാടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുങ്ങള്. ശരിയാണോ തെറ്റാണോ? എന്നിട്ട് ഒരു ചങ്ങായിനെ കാണുമ്പോ നിങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇതാണ് എന്റെ ബാപ്പ, വിളിക്കടാ ബാപ്പ എന്ന്. അങ്ങനെ നിങ്ങൾ കാണിച്ച ഒരു ചങ്ങായിനെ ഈറ്റകള് ബാപ്പ 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 എന്ന് വിളിച്ചു. ശരിയാണോ തെറ്റാണോ? ഇപ്പൊ നിങ്ങളെ മക്കൾ നിങ്ങൾ പഠിപ്പിച്ചതല്ലാണ്ട് വേറെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട? ഇനിയിപ്പൊ 10ാം ക്ലാസ് A+ എല്ലാം കിട്ടി, അല്ലെങ്കിൽ കോടീശ്വരനായിട്ട് നിങ്ങൾ പറയാ ഇനി ബാപ്പ എന്ന് വിളിക്കണ്ട, ഇനി പപ്പ എന്ന് വിളിക്കുക. ഒന്ന് പറഞ്ഞു നോക്ക്. നിങ്ങൾക്ക് വിളിക്കണം എന്നെല്ലാം തോന്നുമെങ്കിലും വായി നിങ്ങൾ വരൂല. അത് വേണ്ട ഉപ്പ, അത് തന്നെയാ നല്ലത്. ശരിയാണോ തെറ്റാണോ? ആരായി ശീലം പഠിപ്പിച്ചത്? ഉമ്മ. അങ്ങനെ കരയുമ്പോൾ വിശപ്പിനാണ് കരഞ്ഞതെന്നും കരയുമ്പോൾ അത് കൊതുകടിച്ചിട്ടാണ് കരഞ്ഞതെന്നും മനസ്സിലാക്കാൻ പ്രാപ്തി ഉണ്ടായിരുന്നു ഉമ്മക്ക്. എന്താ 15 വയസ്സിലെ ചെക്കന് അന്തം വിട്ട പെണ്ണിന്റെ വഴിയെണ്ണ നടക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റാതെ പോയത്? 16 വയസ്സുകാരൻ സിഗരറ്റ് വലിക്കുന്നത് എന്താ ഈ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും മനസ്സിലാക്കാൻ കഴിയാതെ പോയത്? 18 വയസ്സ് വരെ എല്ലാം അന്തം വിട്ട പ്രവൃത്തി ചെയ്യുന്ന കുട്ടിയുടെ താളങ്ങൾ മനസ്സിലാക്കാൻ ആർക്കാ കഴിയാതെ പോയതെന്ന് ചോദിച്ചാൽ അതുവരെ കുട്ടിയുടെ കരച്ചിൽ കേട്ട് മനസ്സിലാക്കിയ ഉമ്മയും ഉപ്പയും 15 വയസ്സാകുമ്പോൾ പരാജയപ്പെട്ടു പോയി. ശരിയാണോ? അവിടെയാണ് ഞാൻ എൻ്റെ അച്ഛനെയും എൻ്റെ മുഹമ്മദിന്റെ ബാപ്പേനും ഒക്കെ അംഗീകരിക്കുന്നത്. ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ അപ്പുറത്തെ വീട്ടിൻ്റെ, ഞാനും മുഹമ്മദും അപ്പുറത്തെ വീട്ടിലെ കുളത്തിൽ 1.5 കിലോമീറ്റർ അപ്പുറം പോയിട്ട് കുളിച്ചിട്ടാണ് വരിക. നീന്തി തിമിർത്ത് അടികൂടിയിട്ട് നമ്മൾ വരിക. ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ അച്ഛൻ ഇങ്ങനെ 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 അടിയടിച്ച് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ഞാൻ വിചാരിച്ച അമ്മയും അച്ഛനും തമ്മിൽ അടിയാന്ന് വിചാരിച്ചത്. പക്ഷെ ഞാൻ കാര്യം വരുമ്പോൾ എൻ്റെ അച്ഛൻ ചോദിച്ച ചോദ്യമുണ്ട്, ഇനി ആ കുളത്ത് പോയി കുളിച്ചോടാന്ന്. അച്ഛൻ അതിൻ്റെ അപ്പുറം പറഞ്ഞ തോന്നിയ സ്ഥാനത്ത് നിങ്ങളോട് പറയാൻ പറ്റൂല. ഞാൻ നിങ്ങൾ കണ്ടിനാ, നിങ്ങൾ കാണാത്ത നിങ്ങൾ എന്നോട് പറയണം ഞാൻ കുളിക്കുന്ന നിങ്ങൾ കണ്ടോന്ന് ചോദിച്ചപ്പോൾ. കാരണം ഞാൻ വിചാരിച്ച അച്ഛൻ കാണൂലല്ലോ, 1.5 കിലോമീറ്റർ അപ്പുറം പോയിട്ടല്ലേ കുളിച്ചത്. ആ അച്ഛൻ എന്നോട് പറഞ്ഞ മറുപടി എന്താ അറിയോ? നീ കുളത്തിൽ പോയി കുളിച്ചു എന്ന് എന്നോട് അബൂബക്കർ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, എൻ്റെ കൂട്ടുകാരൻ അബൂബക്കർ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, എൻ്റെ കൂട്ടുകാരൻ ചാത്തു ഇനി കുളിച്ചത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എനിക്ക് ചാത്തുവിനെ തന്നെയാണ് വിശ്വാസം. എന്നിട്ട് മട്ടലോട് 4 അടിയാ. ആ അടി ഇങ്ങനെ പുറത്ത് വാങ്ങുമ്പോൾ ഇങ്ങനെ കുനിഞ്ഞു നിന്ന് കരയുമ്പോൾ ഞാൻ ഓർമ്മിച്ചൊരു ഓർമ്മ ഉണ്ട്. എൻ്റെ മോനെ, ഈ പണ്ടാരക്കാലം വല്ലാത്ത സാധനം തന്നെ.
ഇത്രയും കിലോമീറ്റർ അപ്പുറം പോയിട്ട് ചങ്ങായി മനസ്സിലായി കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു വല്ലാത്ത പേടി, അതൊരു പേടിയായിരുന്നു. ആ പേടി കൊണ്ടായിരുന്നു അച്ഛൻ്റെ അടുത്ത് നിന്ന് അപ്പുറത്തേക്ക് പോകാൻ നമുക്ക് ഭയമായത്, തെറ്റുകൾ ചെയ്യാൻ പേടിയായത്. ഇന്ന് നിങ്ങളെ മക്കൾ എവിടെയാ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? അതുകൊണ്ടാണ് നിങ്ങളെ മക്കൾ നിങ്ങളെ പൊട്ടാന്നും പൊട്ടത്തീന്നും വിളിക്കുന്നത്. എനിക്ക് എൻ്റെ അച്ഛനെ പൊട്ടാന്ന് വിളിക്കാൻ പറ്റില്ല, കാരണം എൻ്റെ ഓരോ ചലനവും മനസ്സിലാക്കി നിയന്ത്രിക്കാൻ ശക്തി ഉണ്ടായിരുന്ന ഒരു അച്ഛൻ ഉണ്ടായിരുന്നു എനിക്ക്. മുഹമ്മദിന്റെ വാപ്പയും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ നിങ്ങളെ വാപ്പയും ഉമ്മയെല്ലാം നല്ലതായതുകൊണ്ടാണ് നിങ്ങൾ കസേരമിൽ നേരായ വണ്ണം ഇരിക്കുന്നത്. നിങ്ങളുടെ നട്ടലിന് വളഞ്ഞു പോയാൽ നിങ്ങളെ മക്കൾ എവിടെ ഇരിക്കും നിങ്ങൾക്ക് തീരുമാനിക്കാം. പറഞ്ഞ മനസ്സിലായി? നമുക്ക് അവിടെ സൂക്ഷിക്കണം. ഈ കേരളത്തിൽ ബാസിത്ത് പറഞ്ഞ വിഷയത്തിൽ തന്നെ നമുക്ക് തോന്നും, എന്തുകൊണ്ടാണ് റോഡുമ്മ കൂടി ഇങ്ങനെ പെൺകുട്ടികൾ ആൺകുട്ടികൾ നടക്കുന്നത്? നിങ്ങൾക്ക് എനക്ക് നടക്കാൻ എന്താ ധൈര്യമില്ലാതെ പോയത്? ഇതെല്ലാവർക്കും ഇഷ്ടമുണ്ട്. എന്ന് എനിക്ക് 10ാം ക്ലാസ് പഠിക്കുമ്പോൾ പ്രണയിക്കാൻ മുട്ടീന്. പക്ഷെ പ്രണയിക്കാൻ മുട്ടിയിട്ട് ഞാൻ ഒരു പെൺകുട്ടിയോട് ഐ ലവ് യു പറയാൻ ചങ്കൂറ്റില്ലാത്ത എന്താണെന്നറിയോ? ആ പറയുന്ന പെൺകുട്ടീൻ്റെ ആങ്ങളെ എൻ്റെ കൈ ഇങ്ങനെ ഓർമ്മ വന്നുണ്ടാകും. ഓൻ്റെ അടി കിട്ടിക്കിൻ്റെ പണ്ടാരടങ്ങി പോകുന്നുള്ള പേടിയുണ്ടാവും. എന്നിട്ടും ഞാനില്ലേ വീട്ടിൽ നിന്ന് ഓരോ പെണ്ണിനെയും ഞാൻ എൻ്റെ പെണ്ണായിട്ട് അങ്ങ് കണ്ട്. എൻ്റെ കൂടെ പഠിച്ചൊരു പെണ്ണുണ്ടായിരുന്നു സുസ്മിത. ഞാൻ ദിവസവും എൻ്റെ വീട്ടിൽ പോയിട്ട് കണ്ണാടീൻ്റെ മുമ്പ് പോയിട്ട് ഇങ്ങനെ പറയും, സുസു ഐ ലവ് യുടാ. ഞാൻ നിന്നെ എങ്ങനെ പറയും, വേറെ രക്ഷയില്ലല്ലോ. അങ്ങനെ എല്ലാവരും പറയും ഇനി പറ ഓളോട്. അങ്ങനെ ഞാനൊരു ദിവസം റോസാപ്പൂ എടുത്തിട്ട് സുസുവിൻ്റെ വയ്യന്നെ പോയി. പക്ഷേ ഓളെ കണ്ടപ്പോൾ റോസാപ്പൂ കൊടുക്കുമ്പോൾ ഇല്ലേ എൻ്റെ കയ്യിൽ നിന്ന് റോസാപ്പൂ വീണ് പോയി. കാരണം ഓളെ ആങ്ങളെ എൻ്റെ കൈ ഇങ്ങനെ പുറത്തു വരുന്നത് പോലെ. പിറ്റേന്ന് ഉളുപ്പില്ലാണ്ട് പിന്നെയും ഞാൻ പോയി. പക്ഷെ പിറ്റേ ദിവസവും റോസാപ്പൂ കൊടുക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാണെന്നറിയോ? എൻ്റെ 4 പെങ്ങളുടെ പുറകെ ഏതോ വൃത്തികെട്ടവൻ റോസാപ്പൂവുമായി വരുന്നത് ചിന്തിച്ചപ്പോ എൻ്റെ കയ്യിൽ നിന്ന് റോസാപ്പൂ വീണുപോയി. അല്ലാണ്ട് പ്രണയിക്കാൻ ഇഷ്ടമില്ലായിട്ടല്ല, കള്ളു കുടിക്കാൻ ഇഷ്ടമില്ലായിട്ടല്ല, ആരൊക്കെയോ പേടിച്ചത് കൊണ്ടും നമ്മളെ കുടുംബത്തെക്കുറിച്ച് ചിന്തിപ്പിക്കാൻ അന്നത്തെ രക്ഷാകർത്താക്കൾക്കും അധ്യാപകർക്കും കഴിഞ്ഞതുകൊണ്ട് അങ്ങളും ഞാനും ഒക്കെ മാന്യമായിട്ട് ഇവിടെ ഇരിക്കുന്നത്. ശരിയാണോ? നിങ്ങളെ മക്കൾ അങ്ങനെ ചെയ്യാത്തത് എന്തുകൊണ്ടാ? നിങ്ങളും ഈ സമൂഹവും ആ കുട്ടികൾ അങ്ങനെ പഠിപ്പിച്ചില്ല. അതിന് വേറെ ശാസ്ത്രീയ തത്വമുണ്ട്. ഈ പെൺകുട്ടികൾ ആൺകുട്ടികൾ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ, നിങ്ങൾ എൻ്റെ കൂടെ വാ. ആ സാൻഡ് ബാങ്ക്സിന്റെ കള്ളിൻ്റെ ഉള്ളിൽ എന്താ നടക്കുന്നത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ആ പയൻകുറ്റി മലേന്റെ മേലെ എന്താ കളിക്കുന്നത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. എല്ലാം ഇവിടെ കൈകളും ബന്ധിതമായിരിക്കും. കാരണം ആർക്കും ഇപ്പൊ നിങ്ങളെ മക്കളെ പിടിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യാന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ആരും ഒന്നും ചെയ്യാത്തത്. പക്ഷേ അതിന് കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണെന്നറിയോ? നിങ്ങളും ഞാനൊക്കെ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ 10ാം ക്ലാസ്സിൽ പോയത് ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? ഞാൻ എൻ്റെ 10ാം ക്ലാസ്സിലേക്ക് 1.5 കിലോമീറ്റർ നടന്നിട്ടാണ് എൻ്റെ വീട്ടിൽ നിന്ന് പോയത്. ഞങ്ങൾ പോകുമ്പോൾ എല്ലാവരും ഒന്നായിട്ടാണ് പോവുക. ഞാനും ബിന്ദുവും ഷൈനിയും ആയിഷയും വരുന്ന വൈക്കുള്ള എല്ലാത്തിനും അങ്ങ് കൂട്ടും. മാസമായിട്ടാവും സ്കൂളിൽ പോയത്. അങ്ങനെ ആയിരുന്നില്ല നിങ്ങളും പോയത്? ഞാനും ആയിഷയും ബിന്ദു എല്ലാം അടികൂടിയിട്ടുണ്ട്, കൊഞ്ഞനം കുത്തിയിട്ടുണ്ട്, വീട്ടിൽ പോകുമ്പോൾ കൊളകൊളാതെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്, അടികൂടി കളിച്ചിട്ടുണ്ട് ഒന്നിച്ചിട്ട്. പക്ഷെ അന്നത്തെ 10ാം ക്ലാസ്സിൽ ഞാനൊരു ആൺകുട്ടിയും ഷൈനി ഒരു പെൺകുട്ടിയും ആയിഷ വേറൊരു പെൺകുട്ടിയുമായിരുന്നു. ഒരു കുഴപ്പമില്ല ആൺകുട്ടിക്കും പെൺകുട്ടിക്കൊന്നും. പക്ഷേ ഇന്നത്തെ കുട്ടി എന്ന് പറയുന്നത് 6ാം ക്ലാസ്സിൽ എത്തുമ്പോൾ ഷൈനി ഒരു പെൺകുട്ടിയല്ല, ആയിഷ ഒരു പെൺകുട്ടിയല്ല. ഷൈനി ഒരു ഗർഭിണിയാവാൻ പ്രാപ്തിയുള്ള, അമ്മയാവാൻ പ്രാപ്തിയുള്ള ഒരു സ്ത്രീയാണ്. ആയിഷ ഉമ്മയാവാൻ പ്രാപ്തിയുള്ള, പ്രസവിക്കാൻ പ്രാപ്തിയുള്ള, ഉമ്മയാവാൻ പ്രാപ്തിയുള്ള ഒരു സ്ത്രീയാണ്. ശരിയാണോ തെറ്റാണോ? പറഞ്ഞോ? ശരിയാണ്. ആ പെൺകുട്ടിയെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും കുട്ടിയോട് പറഞ്ഞു കൊടുത്താൽ, ആ പെൺകുട്ടിയുടെ അങ്ങനെ അമ്മയാവാൻ പ്രാപ്തിയുള്ള പെൺകുട്ടിയുടെ ശരീരത്തിൽ ആരെങ്കിലും ഒന്ന് തൊട്ടാൽ, ആരെങ്കിലും ഒന്ന് തലോടിയാൽ, ആ പെൺകുട്ടിക്ക് പിറ്റേ ദിവസം ആ തലോടലും തോണ്ടലും ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ മക്കളോട് പറഞ്ഞു കൊടുത്താൽ. അതുകൊണ്ട് നിങ്ങൾ എത്ര പറഞ്ഞാൽ ആ കുട്ടിക്ക് അനുസരിക്കാൻ കഴിയില്ല. കാരണം ആ കുട്ടിക്ക് അതൊരു ലഹരിയായി മാറിപ്പോയിനി. അതുകൊണ്ടാണ് ഈ വൈകൃതങ്ങൾ നിങ്ങളും ഞാനും കാണേണ്ടി വരുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഉമ്മ, ഏതെങ്കിലും ഒരു ബാപ്പ ഏതെങ്കിലും കുട്ടിയോട് മാനത്തെക്കുറിച്ചും അഭിമാനത്തെക്കുറിച്ചും തൊടലിനെ കുറിച്ചും സംസാരിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ പിന്നെ എങ്ങനെയാ കുട്ടി പഠിക്കുക? അതുകൊണ്ട് ഇന്നു മുതൽ മക്കളോട് മാനത്തെക്കുറിച്ച് വീട്ടിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം ഇത് തന്നെയാണ്. നിങ്ങളെ മക്കളോട് ഇതെല്ലാം സംസാരിക്കണം. ഐ ലവ് യു എന്ന് കേട്ടു വളരണം നമ്മളെ കുട്ടി. ഐ ലവ് യു എന്ന് പറയേണ്ടത് ബാപ്പയും ഉമ്മയും തമ്മിലാണ്. കുട്ടികളെ മുമ്പ് എന്ന് പറയണം ഐ ലവ് യു ഉമ്മ, ഐ ലവ് യു മോളൂട്ടി, തങ്കൂട്ടി എന്നെല്ലാം പറയണം. അങ്ങനെ കുട്ടിയുടെ മനസ്സിൽ ഐ ലവ് യു ഒരു ഭീകരപദമായി മാറരുത്. ഐ ലവ് യു അങ്ങോട്ടല്ല പെണ്ണിനോട് പറയേണ്ട ശബ്ദമായിട്ട് നിങ്ങൾ മാറ്റി കൊടുക്കരുത്. ഉമ്മയും ഉപ്പയും പറഞ്ഞു കേൾക്കുന്ന ഒരു വാചകം ഒരിക്കലും കുട്ടി മറ്റൊരാളോട് പോയി പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. ശരിയാണോ?
അതുകൊണ്ട് പ്രണയത്തെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യണം. അപ്പൊ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഇതെന്തിനാ ഐറ്റിയുടെ മുമ്പ് എന്ന് പറയുന്നത്? എൻ്റെ മോൻ അങ്ങനെയൊന്നും അല്ല എന്നാലും വിചാരിക്കും. ഞാനും വിചാരിച്ച അങ്ങനെ തന്നെയാണ്. എൻ്റെ നാട്ടിൽ നടന്നൊരു സംഭവ കഥ പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. 1-ാം ക്ലാസ്സിലെയും LKGയിലെയും UKGയിലെയും ആൺകുട്ടീനെയും പെൺകുട്ടീനെയും എല്ലാം കൂട്ടിയിട്ടോ എൻ്റെ നാട്ടിലൊരു സ്കൂളിൽ ടൂറിന് പോയി. കണ്ണൂർ ടൂറിന് പോയപ്പോൾ കുട്ടികൾ വെള്ളത്തിൽ മൂഞ്ഞാലിലും എല്ലാം ആഞ്ഞു കളിച്ചപ്പോൾ ഒരു ഉച്ച സമയത്ത് ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് ആ അമ്യൂസ്മെന്റ് പാർക്കിലെ സെക്യൂരിറ്റി നോക്കുമ്പോൾ ഈ ഒരു പെൺകുട്ടീനെ, UKGയിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടീനെ 4 ആൺകുട്ടികൾ കൂടി വെള്ളത്തിൽ മുക്കി പിടിച്ചിരുന്നു. കുട്ടിക്ക് ശ്വാസം കിട്ടാതെ ബ്ലു 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 ബ്ലൂ എന്ന് പറഞ്ഞിങ്ങനെ പടക്കുമ്പോൾ ഈ സെക്യൂരിറ്റി ഓടി വന്ന ആ 4 ആൺകുട്ടിയോട് ചോദിച്ചു, എല്ലാ പൊട്ടന്മാരെ ഈ കുട്ടിയാറ്റം മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? വെള്ളത്തിൽ നിന്നാണോ നിങ്ങളെ പയ്യാര കളി എന്ന് ചോദിച്ചപ്പോൾ ആ 4 ആൺകുട്ടികളും കരക്ക് മാറി. ഈ സെക്യൂരിറ്റി ആ പെൺകുട്ടീനെ എടുത്ത് കരയിലേക്ക് വെച്ച് വയറ്റിലെ വെള്ളമെല്ലാം അമർത്തി പുറത്താക്കി ശ്വാസമൊക്കെ കൊടുത്ത് ജീവൻ ഉറപ്പിച്ചതിന് ശേഷം ഈ ചങ്ങായി 4 പയ്യൻ ഓടി. 4 പിടിച്ചിട്ട് ആ 4 ആൺകുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ആ കുട്ടിയെ മുക്കി പിടിച്ച് കൊല്ലാൻ ശ്രമിച്ചതെന്ന് ചോദിച്ചപ്പോൾ സെക്യൂരിറ്റി ചോദിച്ചു, മുക്കി പിടിച്ച് നിങ്ങൾ കളിച്ച ആ കളി അങ്ങ് മരണക്കളിയായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഈ 4 ആൺകുട്ടികളും സെക്യൂരിറ്റിയുടെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? സെക്യൂരിറ്റി, പായ്യാരത്തിന് വേണ്ടിയിട്ടല്ല ഈ കുട്ടിയെ ഞങ്ങൾ വെള്ളത്തിൽ മുക്കി പിടിച്ചത്, കൊല്ലാൻ വേണ്ടി തന്നെയാണെന്ന്. സെക്യൂരിറ്റി അന്തം വിട്ടുപോയി. സെക്യൂരിറ്റി ശ്വാസം എടുത്തിട്ട് വീണ്ടും ചോദിച്ചു, അല്ല എന്തിനാണ് മക്കളെ നിങ്ങൾ ആ പെൺകുട്ടീനെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് ചോദിച്ചപ്പോൾ ആ 4 ആൺമക്കളിൽ ഒരു ആൺകുട്ടി അങ്ങോട്ട് മാറി നിന്നിട്ട് മറ്റേ 3 ആൺകുട്ടികളും സെക്യൂരിറ്റിയോട് പറഞ്ഞു, സെക്യൂരിറ്റി, അതാണ് ഞങ്ങളുടെ ബോസ്. 1-ാം ക്ലാസ്സിൽ ബോസ്. സെക്യൂരിറ്റി വെച്ച് ബോസിന് എന്ത് പറ്റി? ആ 3 ആൺകുട്ടികൾ പറഞ്ഞു, ബോസിന് കഴിഞ്ഞ 6 മാസം മുമ്പ് UKGനെ പെണ്ണിനെ കണ്ടപ്പോൾ ഒരു മുഹബത്ത് വന്നു. മറ്റേ പിള്ളന്മാർ പറഞ്ഞു, ഇനി പോയിട്ട് പറ ഐ ലവ് യു എന്ന്. അങ്ങനെ ഭക്ഷണം കഴിച്ച് ഒറ്റക്ക് പാത്രം കഴുകാൻ വേണ്ടി ഒരു ദിവസം UKG നടന്ന് പൈപ്പിന്റെ അടുത്തൂടെ പോകുമ്പോൾ ഈ 1-ാം ക്ലാസ്സിലെ ബോസ് ആ പെണ്ണിന്റെ പുറകെ പോയിട്ട് പറഞ്ഞു, ഐ ലവ് യു ഡി. പെണ്ണ് ഈ ചെക്കൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, പോടാ പട്ടി. ബോസ് തകർന്നു പോയി. അങ്ങനെ ബോസ് മറ്റുള്ള ചിങ്കിടിയോട് പറഞ്ഞു, ഓളെ എന്നെ എങ്ങനെ ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഈ കുട്ടികൾ പറയാ, അന്ന് വൈകിട്ട് ഞങ്ങൾ ഒന്നിച്ചിരുന്നെടുത്ത കമ്മിറ്റിയിലെടുത്ത തീരുമാനമാണ് സെക്യൂരിറ്റി ഇത്. അന്ന് വൈകിട്ടത്തെ കമ്മിറ്റിയിൽ ഞങ്ങൾ എടുത്ത തീരുമാനം ഈ പെൺകുട്ടീനെ അന്ന് സ്കെച്ചിട്ട് വെച്ചതാന്ന്. വാക്ക് മറന്നോണ്ട, സ്കെച്ചിട്ട് വെച്ചതാന്ന്. സ്കെച്ചിട്ട് വെച്ചതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായിക്കാം. എൻ്റെ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ ചോദിച്ചു, ചുവന്ന സ്കെച്ചാണോ പച്ച സ്കെച്ചാണോ? സ്കെച്ച് എന്ന് പറഞ്ഞാൽ താൻ എന്താ നിങ്ങൾ? സ്കെച്ച് എന്ന് പറഞ്ഞാൽ കൊട്ടേഷൻ കൊടുത്ത് കൊല്ലുന്നതിനാ സ്കെച്ച് എന്ന് പറയാം. 1-ാം ക്ലാസ്സിലെ കുട്ടികൾ UKGയിലെ പെൺകുട്ടീനെ ഐ ലവ് യു പറഞ്ഞ് തിരസ്കരിച്ചതിന്റെ പേരിൽ കൊല്ലാൻ തീരുമാനിച്ചു എന്ന്. ആ കൊല്ലൽ നടപ്പിലാക്കാൻ ഈ ടൂറിന്റെ അന്നാ ഒരു തീരുമാനിച്ചത്. പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടായാ? നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് എന്തെങ്കിലും സങ്കടം? പത്രത്തിൽ വന്നില്ല ഇത്, ഈ വാർത്ത പത്രത്തിൽ വന്നില്ല. വന്നിരുന്നുവെങ്കിൽ നിങ്ങൾ ഇത് കാണുമായിരുന്നു. പക്ഷെ ഈ വാർത്ത കേട്ടതിന് ശേഷം എനിക്ക് പേടിയായി. കാരണം എൻ്റെ ഇളയ മോൻ പഠിക്കുന്നത് 3-ാം ക്ലാസ്സിലാണ്. ഇനി ഓനാറ്റേതെങ്കിലും പെണ്ണിനെ വെള്ളത്തിൽ മുക്കിക്കൊല്ലൂ എന്നുള്ള ടെൻഷൻ എനിക്ക്. കാരണം എൻ്റെ മോനും അങ്ങനെ തന്നെയല്ലേ. മോനും അന്തം വിട്ട ബുദ്ധിയല്ലേ. 18 വയസ്സിന് താഴെയുള്ള കുട്ടിക്ക് അന്തം വിട്ട ബുദ്ധിയല്ലേ. ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോയി. എൻ്റെ മോനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു, ഡാ ഇങ്ങോട്ടാ. എൻ്റെ ഭാര്യ അന്നേരം പറഞ്ഞ വാക്കാണെങ്കിൽ ഇപ്പോഴും വരുന്നുണ്ട്, എന്തോ കൊണ്ട് വരുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എന്തോ കൊണ്ട് വരുന്നല്ലേ, ഇത് നാട്ടിൽ നടക്കുന്ന താൻ എൻ്റെ മോനോട് ഞാനൊന്ന് ചോദിക്കുവാനുണ്ട്. ഞാൻ എൻ്റെ ചെക്കനെ ഇങ്ങോട്ട് വെച്ചു, ഇങ്ങോട്ടാ. ഈ ചെക്കന്മാരെ വിളിച്ചാൽ ഓല് വേഗം വരൂ, നിങ്ങളെ മക്കളല്ലോ പറഞ്ഞു. ഞാൻ ഇങ്ങോട്ട് വാ. വരൂല്ല ഇങ്ങനെ. ഓൻ്റെ വിചാരം ഓന അച്ഛന്നാ. നമ്മളെല്ലാം പൊട്ടെ, നമ്മൾ പറയുന്നതെല്ലാം ലൈറ്റേക്ക് പിടിക്കുന്നില്ല. നിങ്ങളവിടെ എങ്ങനെയാ? ഞാൻ വീണ്ടും വിളിച്ച് ഓള് പറഞ്ഞു, അച്ഛൻ വിളിക്കുമ്പം പോണം മോനെ, ഇനി ചെല്ല്. അങ്ങനെ അന്തം വിട്ടോൻ വന്ന് ഞാൻ എൻ്റെ മോനോട് ചോദിച്ചു, ഡാ നിനക്ക് പ്രണയമുണ്ടോ? നിങ്ങൾ ഇതുവരെ നിങ്ങളെ മക്കളോട് ചോദിച്ചിട്ടുണ്ടോ? ഞാൻ എൻ്റെ മക്കളോട് ചോദിച്ചപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന മറുപടി എന്തെന്നറിയോ? നിങ്ങളെന്താ നിങ്ങളെ മക്കളോട് ചോദിക്കുമ്പോൾ പ്രതീക്ഷിക്കുന്ന മറുപടി? എൻ്റെ ബാപ്പാ നിങ്ങളെ മോനല്ലേ ഞാൻ, എനക്ക് അങ്ങനെ ഉണ്ടാവുമോ? നിങ്ങളെന്ത് വർത്താനാ പറയുന്നതെന്നാ ഞാൻ പ്രതീക്ഷിച്ച മറുപടി. നിങ്ങളെന്നാ പ്രതീക്ഷിക്കുന്ന മറുപടി? നിങ്ങൾ ഇത് തന്നെയല്ലേ പ്രതീക്ഷിച്ചത്? പക്ഷെ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ 3-ാം ക്ലാസ്സിലെ മോനോട് ചോദിച്ചു, പ്രണയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മോൻ എന്നെ തന്നെ അങ്ങ് മുഴിച്ചു നോക്കി. അങ്ങനെ ഞാൻ ഇനി മുഴിക്കല്ല, ഇനി എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയും, എനിക്ക് പ്രണയമുണ്ടോ? ഓ പിന്നെ എന്നെ നോക്കി പറഞ്ഞ മറുപടി എന്നറിയാം.
ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പറയാ, രാജുവിനായി, രമേശിനായി, ബിനീഷിന് 2ആയി, ഇർഷാദിന് പണ്ടേ ഉണ്ട്, റസിയക്കുണ്ട്, ബിന്ദുവിനുണ്ട്, മോളിക്കുണ്ട്, അങ്ങനെ കുറെ എണ്ണത്തിന്റെ പേര്, ഇള്ളോല പേരിങ് പറഞ്ഞു. ഓ ശ്രമിക്കുന്നുണ്ട് പോലും. എൻ്റെ ഭാര്യ അങ്ങനെ തന്നെ നിലത്തിരുന്നു പോയി. കാരണം ഓളും പ്രതീക്ഷിച്ചത് എന്താ ഇങ്ങനെ പറയുന്നതെന്നാ. അതുകൊണ്ട് ഞാൻ പറയുന്നതെന്നറിയോ, നിങ്ങളെ മക്കളോട് ഇന്ന് പോയി ചോദിച്ചില്ലെങ്കിൽ അന്തം വിട്ടോൻ ഏതെങ്കിലും ഒരു തിനിയും കൊണ്ടുവരുന്നത് നിങ്ങൾ കാണേണ്ടി വരും. ഇല്ലെങ്കിൽ നിങ്ങളെ മക്കൾ ഒളിച്ചോടുന്നത് നിങ്ങൾ കാണേണ്ടി വരും. നിങ്ങൾക്ക് താങ്ങുകളുടെ ശക്തി ഉണ്ടാ. അതുകൊണ്ട് സൂക്ഷിച്ചോ. അതുകൊണ്ട് നമ്മൾ ഇന്ന് മുതൽ ഈ സമൂഹത്തിൽ നടക്കുന്ന സകല സംഗതിയും നമ്മളെ വീട്ടിലേക്ക് വരുമെന്നുള്ള ആശങ്ക ഉണ്ടാണ്. പറയാൻ മനസ്സിലായല്ലോ? അപ്പൊ സംഗതി കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടാ? ആരെയാ കുറ്റം പറയേണ്ടത്? നട്ടല്ലില്ലാത്ത രക്ഷാകർത്താക്കളിലാണ് ഞാൻ കുറ്റം പറയുന്നത്. യെസ്, പറയാൻ മനസ്സിലായല്ലോ?